ഗുരുസാഹിതിയിലേക്ക് എല്ലാ ആത്മമിത്രങ്ങൾക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയുടെ പഠന ക്ലാസ്സാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച അനിതര സാധാരണമായൊരു കൃതിയാണ് കാളി നാടകം. സ്തോത്ര സാഹിത്യത്തിൽ ഇതിനോട് കിടപിടിക്കുന്ന മറ്റു കൃതികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതം ഒന്നും തന്നെയില്ല. താളാത്മകവും ഭാവാത്മകവുമായ വരികളുടെ വിരാമമില്ലാത്തൊരു പ്രവാഹമാണ് ഈ കൃതിയെ വേറിട്ടതാക്കി തീർക്കുന്നത്. വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ഭാവങ്ങൾ നൽകി ആലപിക്കുവാൻ പര്യാപ്തമാകുന്ന വിധത്തിലാണ് ഗുരു ഈ കൃതി രചിച്ചിരിക്കുന്നത്. കാളിനാടകം എന്ന ശീർഷകത്തോടുകൂടിയ ഈ സ്തോത്രകൃതി പ്രപഞ്ചത്തെ ദേവിയുടെ ഭാവനടനമായി അവതരിപ്പിച്ചിരിക്കുന്നു. കാളിയായി ഭാവം പകർന്നാടുന്ന ദേവി അഭിനയിക്കുന്ന നാടകമായി പ്രാപഞ്ചികമായ സർവപ്രതീതികളെയും ഗുരു ഭാവന ചെയ്തിരിക്കുന്നു. പ്രപഞ്ച നാടകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം അവതരിപ്പിച്ചതിന് ശേഷം ദേവിയുടെ കേശാതിപാത വർണ്ണന എന്ന തരത്തിലാണ് കൃതിയുടെ ആവിഷ്കാര ശൈലി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനകളായി അത് ചുരുങ്ങുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പ്രപഞ്ചത്തിൽ അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ മാറ്റങ്ങളുടെ പകർന്നാട്ടും അഭംഗുരം തുടരുന്നതിൻ്റെ ഭാവചിത്രം അതേപടി നാടകീയമായി തന്നെ ഗുരു ഈ കൃതിയിൽ വരഞ്ഞിട്ടിരിക്കും. അർത്ഥാലങ്കാരവും ശബ്ദാലങ്കാരവും സമ്മേളിക്കുന്ന ഈ കൃതിയിൽ ഉടനീളം പ്രപഞ്ച നാടകത്തിൻ്റെ ഇടമുറിയാത്ത പ്രവാഹഗതിയുടെ നേർക്കാഴ്ച ഗുരു നമ്മെ അനുഭവിപ്പിച്ചു തരുന്നു. ഈ കൃതിക്ക് സമഗ്രമായൊരു വ്യാഖ്യാനം ചമയ്ക്കുന്നത് തികച്ചും ക്ലാസികരമാണ്. പ്രപഞ്ച പ്രവാഹഗതിയിലെ സൂക്ഷ്മാംശങ്ങളെയെല്ലാം സന്നിവേശിപ്പിക്കുന്നതോടൊപ്പം ഭാവി സാധ്യതകളെ കൂടി സന്നിവേശിപ്പിക്കാനുള്ള ശ്രമം ഈ കൃതിയിൽ ഗുരു നടത്തിയിട്ടുണ്ട്. ഇതിലെ പദപ്രയോഗങ്ങളുടെ അർത്ഥവൈപുല്യം വ്യാഖ്യാനങ്ങൾക്ക് എളുപ്പത്തിൽ വഴങ്ങിത്തരുന്നതല്ല. ദേവിയുടെ നടനകലയിലെ സമഗ്ര സ്വരൂപതയിൽ സ്വയം ആവേശിച്ചുകൊണ്ട് ആനുഭൂതിയെ നിറവിലിരുന്ന ഗുരുവിൻ്റെ നൈമിത്തിക രചനയായി ഈ കൃതിയെ മനസ്സിലാക്കാവുന്നതാണ്. ഗുരു അനുഭവിച്ച ആനുഭൂതിയ തലത്തിലേക്ക് ഉയർന്നു ചെല്ലുവാൻ അസാധ്യമായതുകൊണ്ട് കുറേയറ്റ ഒരു വ്യാഖ്യാനം ചമച്ച് ഈ കൃതി പഠിപ്പിക്കുവാൻ ആരാധന സാധ്യമല്ല. ഈ ബോധ്യത്തോടു കൂടിയുള്ള ഒരു പഠന ക്ലാസ്സാണ് ഈ വീഡിയോയിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. ഗുരുകൃതമായ കാളിനാടകം എന്ന ഈ കൃതിയുടെ നിത്യപാരായണം അഭ്യാസമാക്കി തീർക്കുന്നവർക്ക് കണ്ഠശുദ്ധിയും ശ്വാസതടസ്സ വിമുക്തിയും ആയുരാരോഗ്യ സൗഖ്യവും സംസിദ്ധമായി തീരുന്നതാണ്. വായു സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ കൂടിയാണ് ഈ കൃതിയുടെ നിത്യപാരായണം. കൃതി മനനം ചെയ്ത് ജപിക്കുന്നവർക്ക് ദേവീതത്വത്തിൽ വിലയം പ്രാപിക്കാനും നിത്യസൗഖ്യം അനുഭവിക്കാനും സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഗുരുകൃതമായ കാളിനാടകം എന്ന കൃതിയെപ്പറ്റി ആമുഖമായി വിശദീകരിക്കാനായിട്ടുള്ളത്. കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പഠന സൗകര്യാർത്ഥം ഈ കൃതി ആലപിക്കേണ്ടതിൻ്റെ ഒരു മാതൃക അവതരിപ്പിക്കുകയാണ്. നമോ നാദബിന്ദുആത്മികേ നാശഹീനേ നമോ നാരദാദിഡ്യപാദാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാൻമുഖാദിപ്രിയാംബാ നമസ്തേ. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാ സംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും മറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം ചൊരിഞ്ഞും പദാംഭോജ ഭക്തർക്കു നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാവിരാതങ്കബീജം കുറഞ്ഞൊരു നേരം നനയ്ക്കുന്ന ഭക്തർക്കറിഞ്ഞില്ല മറ്റുള്ള കൈവല്യരൂപം.
നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ലൊരു നാശം. കുറഞ്ഞൊന്നറിഞ്ഞിടരായിന്നഹോ ഘോരരൂപം മറഞ്ഞിടുമോ, വിശ്വമെല്ലാം ഇതെന്നോത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ. മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ, മഹാമായ നിൻ വൈഭവം ചിന്തനീയം. അടിക്കുള്ളു തോണ്ടിപ്പറി ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടക്കമ്പിടിത്തെല്ലുമെല്ലും വിലോലച്ചലത്ഭംഗ മന്ദാര മാണിക്യമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം. പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറിത്തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കന്വഹം ചാർത്തു മുർവി മണ്ണാളൻ. മഹാദേവനും ബ്രഹ്മനും മുമ്പരായോരഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം. അനങ്കന്റെ പൂവില്ലി നല്ലൽ പെടുത്തും കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലു തെല്ലിങ്ങനങ്കന്നു മങ്കത്തിലേറ്റാലൊഴിച്ചുടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. നൽപദത്താൽ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കെടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വച്ചെപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിണ പങ്കജപ്പൂവിലോലും കൃപത്തേൻ കടക്കൺകണം മാരി ചേർത്താർത്തി പോക്കും കടക്കന്നു രണ്ടിങ്കലും വിമ്മി വിമ്മിത്തിടുക്കന്നു പായുന്ന കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്നൊരാനന്ദവാരി കടൽ കക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും ചെവിക്കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണി കുണ്ടലം കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘൃണിക്കങ്കിതം ഗന്ധകണ്ണാടിയും നന്മണി ചെമ്പരത്തിപ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് ലഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനുമല്ലൽ കളങ്കം കൊടുക്കുന്നിതിർദ്വന്ദ് ശോഭാങ്കുരം. വക്രബിംബം കരാളോന്നത ശ്രീകരം ഘോരദം സ്ട്രാദ്വയം ഭീഷണീയം. കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കരീഭൂതവേതാളകൂളി പ്രവാഹം. പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. സിംഹനാദത്തിനും ക്ഷീണമുണ്ടാമിരിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുദിക്കും പൊടിക്കായി കൊടുക്കും കടും പന്തു കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണുവീണ പ്രയോഗം. ചെവിക്കൊണ്ടു തങ്കക്കുടക്കൊങ്ക രണ്ടും കളം കുങ്കുമി പങ്കമാലേയലേപം. പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തല പൂങ്കുലക്കൊത്തു കോർത്തിട്ടു മാലാകളങ്കാവിഹീനം കലാപിച്ചും ഏതാനലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരടം ശക്തരല്ലാരുമോതാനിതൊന്നും. പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിനടിക്കോമന പൂമണി പട്ടുടുത്തം മുടിച്ചിക്കു കച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമ വണ്ടിക്കുടത്തി മിഴിഞ്ഞ തുടക്കാമ്പു തുമ്പിക്കര ശ്രീ നമിക്കും. അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടി കച്ചപം തോറ്റുതോയേ തപസ്സിനു പോകുന്ന പാദാഗ്രശോഭം. കണങ്കാലടിത്താമരപ്പൂവിൽ ഓലം കളിക്കുന്ന പൂന്തേന്നുകർന്നാത്ത മോദം വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം. കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീചാരു നര്യാണി തന്നിൽ ക്ഷണക്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും തദാവാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ചങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവത്രിക്കടക്കൻ ചുളിച്ചൊന്നു നോക്കായിക മൂലം കൃപാടു നമസ്തേ നമസ്തേ.
നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്കക്കര കേറുവാൻ തൃപ്പദത്താരിന കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണണിത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ. പദാംഭോജ വൈമുഖ്യമെന്നിൽ പിണങ്ങിടൊല തേ നമസ്തേ നമസ്തേ നമസ്തേ. പണം പെണ്ണിലും മണ്ണിലും ചെന്നു പുക്കാശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനയക്കൊല്ല. നം ദേഹമെന്നോർത്തു സത്വാദിയാം മുക്കുണം കെട്ടുപെട്ടോരു മായാവിലാസം. ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം ക്ഷണജ്യോതിരാചന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. ഇനി നമുക്ക് കൃതിയുടെ വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നമോ നാദബിന്ദുആത്മികേ നാശഹീനേ. നമോ നാരദാദിഡ്യപാദാരവിന്ദേ. നമോ നാൻമറയ്ക്കും മണ്ണിപ്പൂം വിളക്കേ. നമോ നാൻമുഖാദിപ്രിയാംബ നമസ്തേ. ഇതാണ് ഈ കൃതിയിലെ പ്രാരംഭവരികൾ. നമോ നാദബിന്ദുആത്മികേ. നാദബ്രഹ്മമായി സൂക്ഷ്മഭാവത്തിൽ വിരാജിക്കുന്നവളെ നമസ്കാരം. നാശഹീനെ, നാശമില്ലാത്തവടെ. നാരദാദിഡ്യ പാദാരവിന്ദേ. നാരദൻ മുതലായ ദേവർഷികളാൽ പൂജിക്കപ്പെടുന്ന പാദാരവിന്ദങ്ങളോടുകൂടിയവളെ. നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ. 4 വേദങ്ങൾക്കും മണിയും പൂവുമായി ചേർന്ന് വിളങ്ങുന്നവളെ, അതായത് പ്രകാശാത്മികേ. നാൻമുഖാദിപ്രിയാംബ. നാൻമുഖൻ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് മുതലായ ദേവന്മാർക്ക് പ്രിയപ്പെട്ട അമ്മയായിട്ടുള്ളവളെ. നമസ്തേ നമസ്തേ, നിനക്ക് നമസ്കാരം നമസ്കാരം. ആദ്യമായി ഈ വരികളുടെ വാച്യാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. നാദവും ബിന്ദുവും സമന്വയിക്കുന്ന സൂക്ഷ്മഭാവത്തെയും അതിലെ രൂപത്തെയും സ്വസത്തയാക്കി വിരാജിക്കുന്ന സൂക്ഷ്മസ്വരൂപിണി എന്ന സംബോധനയോടുകൂടിയാണ് കാളിനാടകം എന്ന കൃതി സമാരംഭിക്കുന്നത്. അറിവിൻ്റെ ശാബ്ദിക സ്വരൂപമാണ് നാദം. നാദസ്വരൂപത്തിൽ സംവേദനം ചെയ്യപ്പെടുന്ന അറിവിനെ വായ്മൊഴി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വായ്മൊഴിയായി സംവേദനം ചെയ്യപ്പെടുന്ന അറിവ് ശ്രവണത്തിലൂടെയാണ് ഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ശ്രവണം നാദാത്മകമാകുന്നു എന്ന് പറയാം. അറിവിൻ്റെ സമസ്ത സ്വരൂപിണിയായ ദേവി തന്നെയാണ് നാദാത്മികയായി ശ്രവിക്കപ്പെടുകയും ശ്രവിക്കുകയും ചെയ്യുന്നത്. വായ്മൊഴി അക്ഷരക്കൂട്ടുകളായി മുദ്രണം ചെയ്യപ്പെടുമ്പോൾ അതിന് വരമൊഴിയുടെ ഭാവരൂപം സംസിദ്ധമായിത്തീരുന്നു. അക്ഷരലിപികളെല്ലാം ബിന്ദുക്കളുടെ യോഗമാണ്. ക്ഷരമില്ലാത്തതെന്തോ അതാകുന്നു അക്ഷരം. വായ്മൊഴിയുടെയും വരമൊഴിയുടെയും യോഗമായി വിശ്വം മുഴുവൻ അദൃശ്യയായി നിറഞ്ഞു നിൽക്കുന്ന അക്ഷരബ്രഹ്മമായും ഗുരുദേവിയെ ഭാവന ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ദേവി ബാഹ്യദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കാളി എന്ന വിശേഷണവും ദേവിക്ക് നൽകിയിരിക്കുന്നു. വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുൾ എന്നാണ് ഇവിടെ കാളി എന്ന പദത്തിൻ്റെ വാഗർത്ഥം. നാരദാദിഡ്യ പാദാരവിന്ദേ. നാരദൻ മുതലായവരാൽ നമിക്കപ്പെടുന്നവളേ എന്നാണ് ഈ സംബോധനയുടെ വാഗർത്ഥം. പുരാണേതിഹാസ പ്രസിദ്ധനായ ഒരു ദേവർഷിയാണ് നാരദൻ. ഋഷി എന്ന പദത്തിൻ്റെ വാഗർത്ഥം സത്യദർശി എന്നാണ്. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളാണ് ബ്രഹ്മം. അങ്ങനെയുള്ള സത്യത്തെ ദർശിച്ചവരും ആ സത്യത്തിൽ വിലയം പ്രാപിച്ചവരുമായ മഹാജ്ഞാനികളാണ് ദേവർഷിമാർ. ഋഷി, മഹർഷി, ദേവർഷി, ബ്രഹ്മർഷി എന്നിങ്ങനെ ഋഷിമാർ 5 തരത്തിൽപ്പെട്ടവരാണ്. സത്യാന്വേഷണ കുതികികളും സത്യത്തെ ദർശിച്ചവരുമായ സാത്വികന്മാരാണ് സാധാരണ ഋഷിമാർ. അക്കൂട്ടർ തികഞ്ഞ ജ്ഞാനോപാസകന്മാരാണ്. രാജസ
ഗുണപ്രധാനന്മാരായ ജ്ഞാനോപാസകന്മാരാണ് രാജർഷികൾ. പുരാണപ്രസിദ്ധരായ വിശ്വാമിത്രൻ, ജനകൻ, ദശരഥൻ തുടങ്ങിയ രാജാക്കന്മാർ രാജർഷികളായിരുന്നു. മഹാഋഷി എന്നാണ് മഹർഷി എന്ന പദത്തിൻ്റെ വാഗർത്ഥം. സത്യദർശനത്തിലൂടെ മഹത്വം ആർജിച്ചെടുത്തവരാണ് മഹർഷിമാർ. ദേവർഷിമാരുടെ സ്ഥാനം മഹർഷിമാർക്ക് മുകളിലാണ്. ദർശിത സത്യത്തിൽ വിലയം പ്രാപിച്ച ജ്ഞാനസ്വരൂപന്മാരാണവർ. നാരദനും സനകാദികളുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അറിവ് വടിവാർന്ന ദേവർഷികളായിരുന്ന നാരദാദികളാൽ പോലും വാഴ്ത്തപ്പെടുന്നവളാകുന്നു കാളി എന്നെടുത്തു പറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിൻ്റെ അപാരതയെ വെളിപ്പെടുത്തി തരുന്നതിനു വേണ്ടിയാണ്. അദ്വൈതികൾ വാഴ്ത്തുന്ന പരബ്രഹ്മവും ദേവീതത്വവും ഒന്നു തന്നെ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. നാൻമറയ്ക്കും മണിപ്പൂമ്പിളക്കേ. ചതുർവേദങ്ങളാണ് നാൻമറ. 4 മറകൾ, 4 വേദങ്ങളാകുന്നു എന്ന് സാരം. 4 വേദങ്ങളിലെയും സപ്താസാരമായി ദേവിയെ ഗുരുദേവൻ വാഴ്ത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയെ മണിപ്പൂമ്പിളക്കേ എന്നുകൂടി വാഴ്ത്തി സ്തുതിച്ചിരിക്കുന്നു. പത്മവും പത്മരാഗവും സമന്വയിക്കുന്ന പ്രതീക വിളക്കാണ് മണിപ്പൂമ്പിളക്ക്. പത്മം അഥവാ താമര ഹൃദയപ്രതീകമാണ്. നവരത്നങ്ങളിലൊന്നായ പത്മരാഗം ജ്ഞാനമൂല്യത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഹൃദയപത്മവും പത്മരാഗവും സമന്വയിക്കുന്ന ദേവീരൂപം ആത്മീയതയുടെയും ഭൗതികതയുടെയും മൂല്യ സമന്വയമായ പരമ്പൊരുളാണ്. നാൻമുഖാദിപ്രിയാമ്പ. സൃഷ്ടീശ്വരനായി പുരാണങ്ങളിൽ വാഴ്ത്തപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവാണ് നാൻമുഖൻ. സ്ഥിതിപാലകനായ വിഷ്ണു, സംഹാരമൂർത്തിയായ ശിവനും സൃഷ്ടീശ്വരനായ ബ്രഹ്മാവും മറ്റ് ദേവീദേവന്മാരും ഉപദേവന്മാരുമടങ്ങുന്ന ജ്ഞാനസ്വരൂപത്തെയാണ് നാൻമുഖാദി എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജ്ഞാനികളായ സർവർക്കും പ്രിയപ്പെട്ട ജ്ഞാനസ്വരൂപിണിയാകുന്നു കാളി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോൽ അറഞ്ചെറ്റുമില്ലാതെ വാണം ചിരന്നാൾ കഴിഞ്ഞാലുമില്ലോരു നാശം കുറഞ്ഞൊന്നറിഞ്ഞിടരായിന്നഹോ ഘോരരൂപം മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്നോത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ. മഹാദിവ്യ ദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോൽ അറഞ്ചെറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലുമില്ലോരു നാശ കുറഞ്ഞൊന്നറിഞ്ഞിടരായിന്നഹോ ഘോരരൂപം മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്നോത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകേ. മഹാദിവ്യദേവേശ ഗൗരീശ ശംഭോ മഹാമായ നിൻ വൈഭവം ചിന്തനീയം. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരുപോൽ, അങ്ങനെ വിശ്വമെല്ലാം നിറഞ്ഞു വിരാജിക്കുന്നതും ഒരുപോലെ നിറഞ്ഞു വിരാജിക്കുന്നതും അറം ചുറ്റുമില്ലാതെ വാണും ചിരന്നാൾ കഴിഞ്ഞാലും. അറമെന്നൊരു അവസാനമാണ്. ഒരിക്കലും അവസാനമില്ലാതെ എത്ര കാലം കഴിഞ്ഞാലും ഇല്ലൊരു നാശം, യാതൊരു നാശവും ഉണ്ടാകുന്നില്ല. കുറഞ്ഞെന്നറിഞ്ഞ്, ഇക്കാര്യം അല്പമെങ്കിലും അറിഞ്ഞാൽ ഈടരായിന്ന് ആ അറിവിൽ നാം ഈടുള്ളവരായി ഭവിക്കും. ഘോരരൂപം മറിഞ്ഞിടുമോ, നിനക്ക് ഉണ്ടെന്ന് തോന്നുന്നതായ ഘോരരൂപം അപ്പോൾ മറഞ്ഞു പോവില്ലേ? വിശ്വമെല്ലാം, ഈ വിശ്വം മുഴുവനും ഇതെന്നോർത്തറിഞ്ഞിടുവാൻ, ഇപ്രകാരം നിന്നിൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നറിയാൻ ശക്തരാരുള്ളു ലോകേ. ശക്തിയുള്ളവരായി ഈ ലോകത്ത് ആരാണുള്ളത്? മഹാദിവ്യദേവേശ ഗൗരീശ ശംഭു. മഹാനും ദിവ്യനുമായ ദേവേശ ഗൗരീപദേ ശംഭു മഹാമായ നിൻ വൈഭവം ചിന്തനീയം. മഹാമായയോടുകൂടിയ നിന്റെ വൈഭവം ചിന്തനീയം തന്നെ. ഇതിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. അങ്ങനെ വിശ്വമെല്ലാം നിറഞ്ഞ് യാതൊരു കോട്ടവുമില്ലാതെ വിരാജിക്കുന്ന ദേവിക്ക് ഈ നില എത്ര കാലം തുടർന്നാലും
നാശം സംഭവിക്കുന്നില്ല. അത്തരത്തിലുള്ള ദേവിയുടെ സ്വരൂപത്തെപ്പറ്റി സുവ്യക്തമായി അറിയാൻ സാധിക്കുന്ന പക്ഷം അങ്ങനെയുള്ളവർ ദേവിയിൽ വിലയം പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ദേവിയിൽ ഉണ്ടെന്ന് തോന്നിയിരുന്ന ഘോരരൂപവും മറഞ്ഞുപോകും. ഇപ്രകാരം ഈ വിശ്വരഹസ്യത്തെ ചിന്തിച്ചറിഞ്ഞ് കണ്ടെത്താൻ ആ അറിവിൽ അമരാൻ ശക്തിയുള്ളവരായി ആരാണ് ഇവിടെയുള്ളത്? മഹാദിവ്യനും ദേവേശനും ഗൗരീശനും ശംഭുവും മഹാമായാവിയുമായ ശിവഭഗവാനെ, നിന്റെ വൈഭവം എത്രത്തോളമാണെന്ന് ചിന്തിച്ചറിയേണ്ടിയിരിക്കും. കാളീനാടകം നടിക്കുന്നത് ദേവി ഒറ്റയ്ക്കല്ല എന്നും ശിവമായയുടെ പകർന്നാട്ടമാണ് ദേവിയിലൂടെ പ്രകടമാകുന്നതെന്നും വെളിപ്പെടുത്തി ശൈവ പ്രഭാവത്തിൻ്റെ അദ്വിതീയതയെ ഗുരുവിടെ അടിവരയിട്ട് സമർത്ഥിച്ചിരിക്കുന്നു. ശിവനെ കൂടാതെ ശിവശക്തിയായ ദേവിക്ക് നടനമാടാൻ സാധ്യമല്ല. ശിവവൈഭവം പൂർണ്ണമാകാൻ ദേവീ വൈഭവ കാളീ വൈഭവം കൂടിച്ചേർന്നേ മതിയാവും. വാസ്തവത്തിൽ കാളീ നാടകമായി അരങ്ങേറുന്നത് ശിവശക്തി സമന്വയ നടനമാണ്. ദേവിയുടെ ലാസ്യ നടനവും ശിവതാണ്ഡവവും സമന്വയിക്കുന്നതാണ് സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ കാളീ നാടകം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിവമായ ദേവീ പ്രഭാവമായും ദേവീഭാവമുണ്ട മഹാമായ ശൈവപ്രഭാവമായും പകർന്നാടുന്ന ദിവ്യ നടനമാണ് കാളീ നാടകം എന്നാണ് ഇവിടെ ഗുരു സമർത്ഥിച്ചിരിക്കുന്നത്. ലോകമംഗളകരനായ ശിവഭഗവാനെ, നിന്റെ വൈഭവം ചിന്തനീയം തന്നെ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ശിവശക്തി പ്രഭാവത്തിന് നമസ്കാരം എന്ന് തന്നെയാണ്. അനങ്കന്റെ പൂവില്ലി നല്ലൽ പെടുത്തും കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലു തെല്ലിങ്ങനങ്കന്നു മങ്കത്തിലേറ്റാതൊഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. നൽപദത്താൽ ഭരിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കെടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചെപ്പോഴും മിന്നി മിന്നുന്നതും കണ്ണിന പങ്കജപ്പൂവിലോലും കൃപത്തേൻ കണക്കൺകണം മാരി ചേർത്താർത്തി പോക്കും കടക്കണ്ണു രണ്ടിങ്കലും വിമ്മി വിമ്മിത്തിടുക്കുന്നു പായുന്ന കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്നൊരാനന്ദവാരിക്കടൽക്കക്കരെ പാദഭക്ത പ്രയുക്ത ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും തൃച്ചെവി കൊണ്ടു നിൽക്കുന്ന കർണങ്ങളിൽ പൊന്മണിക്കുണ്ടലം കൊണ്ടൊളിപ്പെട്ടു പൊങ്ങും ഘൃണിക്കങ്കിതം ഗന്ധ കണ്ണാടിയും നന്മണിച്ചെമ്പരത്തി പ്രസൂനം നമിക്കും മണിച്ചുണ്ടു രണ്ടിനുമുള്ളായി വിളങ്ങും പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് ലിഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം. അനങ്കന്റെ, കാമദേവന്റെ പൂവില്ലിന്, പൂവമ്പ് തൊടുത്തുവിടുന്ന വില്ലിന് അല്ലൽപ്പെടുത്തും ദുഃഖമുണ്ടാക്കുന്ന കുനുച്ചില്ലി വള്ളിക്കൊടിത്തല്ല്, വളഞ്ഞ പുരികക്കൊടി കൊണ്ടുള്ള തല്ല്, തെല്ല് ഇങ്ങനങ്കന്നു അംഗത്തിലേറ്റ അല്പമെങ്കിലും അനങ്കന്റെ ശരീരത്തിൽ പതിഞ്ഞു പോയാൽ ഒഴിച്ചൂട്, സഹിക്കാനാവാത്ത ചൂട് അനുഭവിക്കാൻ കഴിയാതെ അനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ, നിവൃത്തിയില്ലാതെ പോയി ഒളിക്കുക തന്നെ ചെയ്യും. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരു നിന്റെ പാദപത്മങ്ങളെ അറിഞ്ഞ് ഭജിക്കുന്നവർക്കുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളും അത്തൽപദത്തെ കടുപ്പന അതിനെ അങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി അതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ച്, അതേ പുരികക്കൊടികൾ രണ്ടും വശപ്പെടുത്തി വെച്ച്, എപ്പോഴും മിന്നി മിന്നുന്നതും എപ്പോഴും കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് നാട്യമാടുന്നതും കണ്ണിണ പങ്കജപ്പൂവിൽ ഓലും കൃപത്തേൻ കണക്കൺകണം മാരി ചേർത്ത് പത്മനേത്രങ്ങളിൽ നിന്നും ഊറിയിറങ്ങുന്ന കൃപത്തേൻ കണ്ണീർത്തുള്ളികളായി വർഷിച്ചുകൊണ്ട് ആർത്തി പോക്കും ദുഃഖനിവാരണം നടത്തുന്ന കടക്കണ്ണു രണ്ടിലും രണ്ട് കടക്കണ്ണുകളിലും വിമ്മി വിമ്മി തിടുക്കന്നു പായുന്ന, വിമ്മി വിമ്മി തിടുക്കപ്പെട്ട് അടിച്ചു പായുന്ന കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്ന തിരമാലകളെക്കാൾ ശക്തമായി അങ്ങനെ വീശിയടിക്കുന്നതായ ഒരു ആനന്ദവാരിക്കടൽക്ക് അക്കരെ, ആനന്ദവെള്ളം നിറഞ്ഞ കടലിൻ്റെ മറുകരയിൽ നിന്നുകൊണ്ട് പാദഭക്തപ്രയുക്തം, പാദഭക്തന്മാർ പ്രയോഗിക്കുന്ന, പാദഭക്തന്മാരാൽ പ്രയോഗിക്കപ്പെടുന്ന ശ്രുതസ്തോത്ര സംഗീത നൃത്തങ്ങളും, സംഗീതവും സ്തോത്രാലാപനവും നൃത്തങ്ങളുമെല്ലാം
തൃച്ചെവി കൊണ്ട് നിൽക്കുന്ന കർണങ്ങളിൽ, കണ്ടും കേട്ടും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന തൃച്ചെവികളിൽ നിന്നും ഒളിപ്പെട്ടുപൊം ഘൃണിക്ക് പുറപ്പെട്ടു വരുന്ന പ്രകാശരശ്മികളാൽ അടയാളപ്പെട്ടിരിക്കുന്ന ഗണ്ഡകണ്ണാടിയും കവിൾത്തടമാകുന്ന കണ്ണാടിയും നന്മണി ചെമ്പരത്തി പ്രസൂനം നമിക്കും നല്ല മണിച്ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തെ വെല്ലുന്ന മണിച്ചുണ്ടു രണ്ടിനും മണിച്ചുണ്ടുകൾക്കും ഉള്ളിലായി ഉള്ളായി വിളങ്ങും ശോഭിക്കുന്ന, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളായിട്ട് വിളങ്ങുന്ന മുത്തുപ്പടത്തിന്, പളുങ്കുപോലെയുള്ള ദന്തനിരകളാകുന്ന മുത്തുപ്പടത്തിന് ഇളിഭ്യം കൊടുക്കുന്നതിനെന്ത് ബന്ധം? ഇളിഭ്യമുണ്ടാക്കുന്നതിനെന്ത് ബന്ധമാണുള്ളത്? ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്. കാമദേവൻ്റെ പൂവിലിനെ, അതായത് പൂവമ്പ് തൊടുത്തു വിടുന്ന വില്ല്, അതിനെ തോൽപ്പിക്കുന്ന ദേവിയുടെ പുരികക്കൊടി കൊണ്ടുള്ള തല്ലേറ്റാൻ കാമദേവൻ പോലും പോയി ഒളിച്ചു. എന്നാൽ ദേവിയുടെ പാദപത്മങ്ങളെ അർത്ഥമറിഞ്ഞ് ഭജിക്കുന്ന ഭക്തന്മാരെ അതേ പുരികക്കൊടികൾ കൊണ്ട് ദേവി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കണ്ണുകൾ സലാനേരവും ചിമ്മി തുറന്നുകൊണ്ട് സൃഷ്ടിന്മുഖ സംഹാര നടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേവിയുടെ കടക്കണ്ണുകളിൽ നിന്ന് വർഷിക്കുന്ന കൃപത്തൻ ഭക്തന്മാരുടെ സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. ദേവിയുടെ കടക്കണ്ണുകളിൽ നിന്നും വിമ്മി വിമ്മി കൊതിച്ചു പായുന്ന ആനന്ദ കണ്ണുനീർ ആനന്ദം തിരതല്ലുന്ന സമുദ്രമായി പരിണാമപ്പെടും. ആ ആനന്ദക്കടലിൻ്റെ മറുകരയിൽ ഭക്തന്മാർ നടത്തുന്ന വേദമന്ത്രോച്ചാരണങ്ങളും സ്തോത്ര ആലാപനങ്ങളും സംഗീതവും നൃത്തങ്ങളുമെല്ലാം കണ്ടും കേട്ടും ആനന്ദവർഷം പൊഴിക്കുന്ന ദേവിയുടെ കർണങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന പൊന്മണി കുണ്ടലം ദേവിയുടെ കവിൾക്കണ്ണാടിയിൽ പ്രതിബിംബിച്ചു കാണുന്നു. ദക്ഷണമത്ത മണിച്ചെമ്പരത്തി പൂവിനെ പോലും നാണിപ്പിക്കുന്ന ചുവന്നു തുടുത്ത മണിച്ചുണ്ടുകൾക്കിടയിൽ പ്രശോഭിക്കുന്ന പളുങ്കുപോലെയുള്ള ദന്തനിരികൾ മുത്തുപ്പടത്തിൻ്റെ വെണ്മയെപ്പോലും വെല്ലുന്നവയാകും. കാളിയുടെ പുരികക്കൊടികളും കണ്ണുകളും ചുണ്ടുകളും ദന്തനിരയും കർണങ്ങളും കുണ്ടലങ്ങളും കവിൾത്തടങ്ങളും അടങ്ങുന്ന ആനന വർണ്ണനയാണ് ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത്. 21 വരികളിലായി നടത്തപ്പെട്ടിരിക്കുന്ന ഈ വർണ്ണനകൾ കാളി തത്വപ്രഭാവത്തിൻ്റെ അകക്കാമ്പിലേക്കാണ് ചൂഴ്ന്നിറങ്ങുന്നത്. കാളിയുടെ ഓരോ അവയവങ്ങളും ജ്ഞാനസ്വരൂപാത്മകതയോടുകൂടി ദർശിച്ച ധ്യാനയോഗികളുടെ വരികളായി തന്നെ ഈ പാഠഭാഗത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അനങ്കന്റെ പൂവില്ലിനല്ലൽപ്പെടുത്തും കുനിച്ചില്ലി വല്ലിക്കൊടിത്തല്ലു തെല്ലിങ് അനങ്കന്നു മങ്കത്തിലെത്താൽ ഒഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ എന്നീ വരികളെ ആദ്യം നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. അനങ്കൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം അംഗമില്ലാത്തവൻ, അതായത് അവയവഹീനൻ എന്നാണ്. ശിവപുരാണത്തിലെ കാമദേവ ദഹന കഥയുമായി ചേർത്ത് വെച്ച് വേണം അനങ്കൻ എന്ന പദത്തെ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ അനങ്കൻ കാമദേവൻ്റെ പര്യായമാണ്. പുരാണപ്രസിദ്ധമായ ദക്ഷയാഗവേദിയിൽ സതീദേവി പിതാവിനാൽ അപമാനിതയായി തീരുകയും അതിൽ മനംതൊന്ന് ഹോമകുണ്ടത്തിൽ ചാടി ആത്മാഹുതി ചെയ്യുകയുമുണ്ടായി. ആ സംഭവത്തിൽ ദുഃഖിതനായി തീർന്ന ശിവൻ കിങ്കരന്മാരെ നിയോഗിച്ച് ദക്ഷയാഗവേദി തകർത്ത് ദക്ഷൻ്റെ ശിരസ് അറുത്തു കളയിച്ചു. അനന്തരം യോഗനിദ്രയിൽ ആണ്ടുപോയ ശിവന്റെ ധർമ്മനിർവഹണം നിലച്ചുപോവുകയും തൽഫലമായി ലോകം ദുരിതത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. സതീദേവി ഹിമവൽ പുത്രിയായ കാളിയായി അഥവാ പാർവതിയായി പുനർജനിച്ചു. നാരദൻ പാർവതിയെ പൂർവജന്മ വൃത്താന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയും ശിവനെ തപസ്സിൽ നിന്നും ഉണർത്തി ഭർത്താവായി വരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഘോര തപസ്സിലാണ്ടിരുന്ന ശിവനെ പരിചരിച്ച് പാർവതി ദിവസങ്ങൾ തള്ളിനി. അക്കാലത്തായിരുന്നു ത്രിപുരന്മാർ ലോക കണ്ടകന്മാരായി അഴിഞ്ഞാടി ലോകസമാധാനം തകർത്തത്. ആ അസുരവീരന്മാരെ നിഗ്രഹിക്കാൻ ശിവപുത്രനായി സുബ്രഹ്മണ്യൻ പിറക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി ദേവന്മാർ കാമദേവനെ പ്രലോഭിപ്പിച്ച് ശിവന് നേരെ കാമബാണങ്ങൾ പ്രയോഗിപ്പിച്ചു. കാമബാണ പ്രഭാവത്താൽ യോഗഭ്രംശം സംഭവിച്ച ശിവൻ കണ്ണുകൾ തുറക്കുകയും ശിവന്റെ 3-ാം കണ്ണിൽ നിന്ന് പ്രവഹിച്ച അഗ്നിയിൽ കാമദേവൻ ദഹിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയാണ് കാമദേവൻ അനങ്കനായി തീർന്നത് എന്ന് പുരാണം പറയുന്നു.
അനങ്ങലായി തീർന്നെങ്കിലും കാമദേവൻ അദൃശ്യനായി സർവ്വപ്രാണികളിലും കുടികൊള്ളുന്നുണ്ട് എന്നാണ് സങ്കല്പം. അനങ്കന്റെ പൂവില്ലിൻ അല്ലൽപ്പെടുത്തും കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലു തെല്ലിങ് അനങ്കന്നു മങ്കത്തിലേറ്റാൽ ഒഴിച്ചൂടനങ്ങാതെ പോയങ്ങടങ്ങുന്നിതേ. നൽപദത്താർ ഭജിക്കുന്നവർക്കുള്ളൊരത്തൽപദത്തെ കണ്ടുപ്പാൻ അതേ ചില്ലി രണ്ടും വശത്താക്കി വെച്ചെപ്പോഴും മിന്നി മിന്നുന്നു എന്ന് കാമദേവനെ ആ ഒരു കാമദേവ സങ്കല്പം അതിപ്പോഴും ചിരഞ്ജീവിയായി എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ കാമദേവൻ വസിക്കുന്നു എന്ന ആ ഒരു പരാമർശമാണ് ഗുരു ഈ വരികളിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാമദേവനെ കുനിച്ചില്ലി വല്ലിക്കൊടിത്തല്ലുകൊണ്ട് അനങ്കനാക്കി തീർത്ത ദേവി അതേ ചില്ലിക്കൊടികൾ നൽപദത്താർ ഭജിക്കുന്ന ഭക്തന്മാർ കൃപത്തൻ കടാക്ഷം ചൊരിയാൻ തക്ക ഭാഗത്തിലും വശപ്പെടുത്തി വെച്ചുകൊണ്ടാണ് നാടകമാടുന്നത്. സൃഷ്ടിന്മുഖ സംഹാരാത്മികയും മംഗളാത്മികയുമായി കാളിയെ ഉപാസിക്കുന്ന ഭക്തന്മാരാണ് നൽപദത്താർ ഭജിക്കുന്ന ഭക്തന്മാർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തികഞ്ഞ ജ്ഞാനഭക്തന്മാരെ കൃപത്തൻ വർഷം നടത്തി അനുഗ്രഹിക്കുന്ന മംഗളസ്വരൂപിണിയാകുന്നു കാളി എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. കാളി നാടകമാടുന്ന ദേവിയുടെ കടക്കണ്ണിൽ നിന്നും വർഷിക്കുന്ന കണ്ണുനീർധാരയെ ആനന്ദവാരിയോടാണ് ഗുരു ഉപമിച്ചിരിക്കുന്നത്. സൃഷ്ടിന്മുഖ സംഹാര ലീലകളാടുന്ന ദേവി സംഹരിച്ചു കളയുന്നതെല്ലാം ജീർണപ്രായങ്ങളാണെന്നും അവയുടെ തിരോഭാവത്തിലൂടെ നവസൃഷ്ടികൾക്കുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് ദേവിയുടെ കണ്ണിൽ നിന്നും പ്രവഹിക്കുന്ന കൃപത്തേൻ വർഷം ദ്യോതിപ്പിക്കുന്നു. കരിങ്കാളിയായി ഭാവം പകർന്നാടുന്ന ദേവിയുടെ കർണകുണ്ടല ശോഭ സ്തോത്ര സംഗീതാദികളിലൂടെ വാഴ്ത്തപ്പെടുന്ന ജ്ഞാനസ്വരൂപതയുടെ ശ്രുതശോഭയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അതേ കുണ്ടലങ്ങൾ കാളിയുടെ കവിൾക്കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതായും ഭാവന ചെയ്തിരിക്കുന്നു. കാളിമയിൽ മറഞ്ഞിരിക്കുന്ന പ്രഭാവാത്മകതയുടെ ജ്ഞാനശോഭയാണ് കാളിയുടെ കവിളുകളെ കണ്ണാടിക്ക് സമമാക്കി തീർക്കുന്നത്. മണിച്ചമ്പരത്തിപ്പൂവിനെ വെല്ലുന്ന കാളിയുടെ ചുവന്ന ചുണ്ടുകൾ ത്യാഗാത്മകതയിൽ എഴുന്നു നിൽക്കുന്ന മൂല്യശോഭയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ദേവിയുടെ പളുങ്കൊത്ത ദന്തനിരകളെ മുത്തുപടത്തിനോടും ഉപമിച്ചിരിക്കുന്നു. നാദബ്രഹ്മത്തെ സ്വരിപ്പിക്കുന്ന നാവിൻ്റെ സംരക്ഷണ കോട്ട പോലെ വിധാനം ചെയ്യപ്പെട്ട മുത്തുപ്പടം പോലെയുള്ള പല്ലുകൾ നാദബിന്ദുവാത്മികയായ കാളിയുടെ മൂല്യപ്രഭാവത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കാളീഭാവത്തിലാണ് ദേവി പ്രപഞ്ചനാടകം നടിക്കുന്നതെങ്കിൽ മംഗളാത്മകമാകുന്നു ആ നടനം എന്നാണ് ഈ പാഠത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. കാളിയുടെ ചില്ലുവല്ലിക്കൊടികളും കടക്കണ്ണുകളും കണ്ണീർ പ്രവാഹവും ചെൻചുണ്ടും പളുങ്കൊത്ത മുത്തുപ്പടം പോലുള്ള ദന്തനിരകളുമെല്ലാം കാവ്യബിംബങ്ങളായി ഈ പാഠഭാഗത്തിൽ ഗുരു മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനു മല്ലൽ കളങ്കം കൊടുക്കുന്നെതിർദ്വന്ദ് ശോഭാങ്കുരം വക്ത്രബിംബം കരാളുന്നത ശ്രീകരം ഘോരദം ഷ്ടാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിനീ സങ്കുല കിങ്കരീഭൂതവേതാളകൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹനാദത്തിനും ക്ഷീണമുണ്ട ഇടിക്കും പടുത്തും കൊടുക്കുന്ന പൊട്ടിച്ചിരി കെട്ടുതിക്കും പൊടിക്കായി കൊടുക്കും. തെളിഞ്ഞങ്ങനെ പൂർണ്ണചന്ദ്രനു മല്ലൽ കളങ്കം കൊടുക്കുന്നെതിർദ്വന്ദ് ശോഭാങ്കുരം വക്ത്രബിംബം കരാളോന്നത ശ്രീകര ഘോരദം ഷ്ടാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണി സങ്കുല കിങ്കരീഭൂതവേതാളകൂളി പ്രവാഹം പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹനാദത്തിനും ക്ഷീണമുണ്ട ഇടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടിച്ചിരി കെട്ടുതിക്കും പൊടിക്കായി കൊടുക്കും. തെളിഞ്ഞങ്ങനെ തെളിഞ്ഞു വിളങ്ങി പൂർണ്ണചന്ദ്രനും
അല്ലൽ കളങ്കം കൊടുക്കുന്നു. പൂർണ്ണചന്ദ്രന്റെ ശോഭയ്ക്ക് പോലും അല്ലൽ കളങ്കം ഉണ്ടാക്കുന്നു. എതിർ ദന്തശോഭാങ്കുരം, എതിരറ്റ ദന്തശോഭ അങ്കുരിക്കുന്ന വക്രബിംബം മുഖമണ്ഡലം, കരാളോന്നത ശിഖരം, ഭീതിതവും ഉന്നതവും ഐശ്വര്യവത്തുമായ ഘോരദംഷ്ടാദ്വയം, 2 ഘോരദംഷ്ടകൾ, അതായത് കോമ്പല്ലുകൾ, ഭീഷണീയം ഭയമുണ്ടാക്കുന്നവയാണ്. കൈകളിൽ കിങ്കിണി സങ്കുലം കങ്കണം, കിലുകിലാരവമുണ്ടാക്കുന്ന തരിവളകളുണ്ട്. കിങ്കരീഭൂത വേതാള കൂളിപ്രവാഹം, കിങ്കരിമാരും ഭൂതഗണങ്ങളും വേതാളങ്ങളും കൂളികളും ഇടകലർന്ന് പറന്നട്ടഹാസങ്ങളിട്ടിട്ട് ഉയർന്നു പൊങ്ങിച്ചാടി അട്ടഹാസങ്ങൾ മുഴക്കി കുന്തം, കടഞ്ഞുള്ള ശംഖം, കൃപാണം, കപാലം തുടങ്ങിയ ആയുധങ്ങളോടുകൂടി ഭടന്മാർ എതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം. എതിർചേരിയിലെ ഭടന്മാർ ഭയന്നു വിളിക്കുന്ന ശബ്ദ കോലാഹലം കേൾക്കാം. സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം. ഈ ശബ്ദം കേട്ടാൽ സിംഹനാദത്തെ പോലും തോൽപ്പിക്കുന്നതാണ്, അത്രയ്ക്കും ഭീതിതമാണ്. ഇടിക്കും പടുക്കം കൊടുക്കുന്ന, ഇടിനാദത്തെ നാണിപ്പിക്കുന്നതായ പൊട്ടിച്ചിരിക്ക്, കാളിയുടെ അട്ടഹാസത്തിന് 8 ദിക്കും പൊളിക്കായി കൊടുക്കും. ആ ശബ്ദം 8 ദിക്കുകളുടെയും കിടുക്കിക്കളയും. അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം എന്ന് തുടങ്ങി പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിന് ഇളുഭ്യം കൊടുക്കുന്നതിനെന്തു ബന്ധം? ഇതുവരെയുള്ള ഈ വരികളിൽ ദേവിയുടെ പ്രസാദാത്മകമായ വിലാസ സൗന്ദര്യമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയുടെ മുഖമണ്ഡലത്തിൽ അങ്കുരിക്കുന്ന ശോഭ പൂർണ്ണചന്ദ്രന്റെ ശോഭയെപ്പോലും എതിർത്തു തോൽപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇപ്രകാരം തെളിഞ്ഞു നിന്ന് പ്രപഞ്ചനാടകമാടിക്കൊണ്ടിരിക്കുന്ന ദേവിയുടെ ഭാവം പെട്ടെന്നാണ് മാറുന്നത്. പളുങ്കൊത്ത പൽപ്പത്തിയിൽ നിന്നും ഘോരദംഷ്ടാദ്വയം, അതായത് ഭീതി ഉളവാക്കുന്നതായ 2 കോമ്പല്ലുകൾ പുറത്തേക്ക് തള്ളിച്ചുകൊണ്ട് ദേവി ഘോര നടനം ആരംഭിക്കുകയാണ്. ദേവി കൈകളിൽ അണിഞ്ഞിരിക്കുന്ന തരിവളകൾ ഭീഷണീയമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. ആ ശബ്ദത്തിനൊത്ത് കൂളികളും വേതാളങ്ങളും ഭൂതങ്ങളും കിങ്കരിമാരുമെല്ലാം പറന്നട്ടഹസിച്ച് ദേവിയോടൊപ്പം ചേരുന്നു. എതിർചേരിയിലുള്ള ഭടന്മാർ ദേവിയുടെ പകർന്നാട്ടം കണ്ട് ഭയന്നോടി നിലവിളിച്ചകലുന്നു. ആയുധങ്ങൾ തട്ടിയും മുട്ടിയും ഉണ്ടാകുന്ന ഭീകര ശബ്ദം അന്തരീക്ഷമാകെ നിറയുന്നു. സിംഹഗർജനത്തെയും ഇടിമുഴക്കത്തെയും തോൽപ്പിക്കുന്ന അട്ടഹാസം മുഴക്കി ദേവി ഉന്മാദ നടനം തുടരുന്നു. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ സൃഷ്ടിയും സ്ഥിതിപാലനവും നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്ന ദേവീഭാവത്തെയാണ് ഗുരു ചിത്രീകരിച്ചത്. ഈ ഭാഗം മുതൽ സൃഷ്ടിന്മുഖ സംഹാരലീലയാടുന്ന ദേവീഭാവത്തെയാണ് അവതരിപ്പിക്കുന്നത്. കടും പന്തു കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണുവീണ പ്രയോഗം ചെവിക്കൊണ്ടു തങ്കക്കുടക്കൊങ്ക 2 കളങ്കുങ്കുമീ പങ്കമാലേയലേപം പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തല പൂങ്കുലക്കൊത്തു കോർത്തിട്ടു മാലാകളങ്കാവിഹീനം കലാപിച്ചും ഏതാനലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരലം ശക്തരല്ലാരുമോദാനിതൊന്നും. കടും പന്തു കൊങ്കത്തടം താളമേളം പിടിച്ചമ്പരീജാല സംഗീത നൃത്തം തുടിക്കിങ്കിണി വേണുവീണ പ്രയോഗം ചെവിക്കൊണ്ടു തങ്കക്കുടക്കൊങ്ക 2 കളങ്കുങ്കുമീ പങ്കമാലേയലേപം പളുങ്കൊത്ത മുത്തുപ്പടം കൽപ്പവൃക്ഷത്തല പൂങ്കുലക്കൊത്തു കോർത്തിട്ടു മാലാകളങ്കാവിഹീനം കലാപിച്ചും ഏതാനലങ്കാര ബന്ധങ്ങളും മറ്റുമുള്ളോരദം ശക്തരല്ലാരുമോദാനിതൊന്നും. കടും പന്തു കൊങ്കത്തടം, നല്ല ഉറപ്പുള്ളതും പന്തുപോലെയുള്ളതുമായ സ്തനങ്ങളോടുകൂടിയ മാറിടം, താളമേളം പിടിച്ച് താളാത്മകമായി ആടി ഉലയുന്ന വിധത്തിൽ അമ്പരീജാല സംഗീത നൃത്തം, ദേവിമാരുടെ, അതായത് ദേവസ്ത്രീകളുടെ സമൂഹം നൃത്തസംഗീതങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. തുടി കിങ്കിണി വേണു വീണാപ്രയോഗം, തുടി കിങ്കിണി ഓടക്കുഴൽ എന്നീ വാദ്യങ്ങളുടെ മേളധ്വനി ചെവിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തങ്കക്കുടക്കൊങ്ക 2
തങ്കക്കുടം പോലെയുള്ള 2 സ്തനങ്ങളും കള്ളം അഴകുള്ളതാക്കി തീർച്ചിരിക്കുന്നു. കുങ്കുമീ പങ്കമാലേയല്ലേപ്പം, അത് കുങ്കുമച്ചാറും ചന്ദനത്തൈലവും പൂശി അലങ്കരിച്ചിരിക്കുക, അത് അഴകുള്ളതാക്കി തീർച്ചിരിക്കുന്നു. പളുങ്കൊത്ത മുത്തുപ്പണം, പളുങ്കുപോലെ മനോഹരമായ മുത്തുകൾ പതിച്ച ഉത്തരീയം ചാർത്തിയിരിക്കുന്നു. കൽപ്പവൃക്ഷത്തല പൂങ്കുലക്കൊത്തു കോർത്തിട്ട് മാല കളങ്കാവിഹീനം. കൽപ്പവൃക്ഷത്തിൻ്റെ തലപ്പത്തുള്ള പൂങ്കുലകൾ, അതായത് കൽപ്പവൃക്ഷത്തിൻ്റെ തലപ്പൂക്കൾ കോർത്തുണ്ടാക്കിയ മാലയും യാതൊരു കുറവുമില്ലാതെ കലാപിച്ച് അലങ്കരിച്ച് ഇത്തരത്തിലെല്ലാമുള്ള അലങ്കാരബന്ധങ്ങളും മറ്റും അലങ്കാരങ്ങളും വസ്ത്രാഭരണാദികളും അടങ്ങുന്ന ഇണക്കവൂർ ഓതാൻ, അതിനെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ ഉള്ളോരാരും അലം ശക്തരല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരും വേണ്ടത്ര കരുതുള്ളവരല്ല. ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: നല്ല ഉറപ്പുള്ളതും പന്തുപോലെയുള്ളതുമായ സ്തനങ്ങളോടുകൂടിയ മാർവിടം താളാത്മകമായി ആടി ഉലയത്തക്ക വിധം ദേവാംഗനമാർ ഇളകിയാടി നൃത്തം ചെയ്യുന്നു. അവരുടെ നൃത്തസംഗീതാദികൾ കൊഴുപ്പുകൂട്ടുന്ന തുടി, കിങ്കിണി, ഓടക്കുഴൽ, വീണ തുടങ്ങിയ വാദ്യോപകരണങ്ങളിൽ നിന്നുള്ള താളമേളധ്വനി ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിയുടെ തങ്കക്കുടം പോലെയുള്ള 2 സ്തനങ്ങളും കുങ്കുമച്ചാറും ചന്ദന തൈലവും പൂശി അലങ്കരിച്ചിരിക്കുന്നു. പളുങ്കുപോലെ മനോഹരമായ മുത്തുകൾ പതിച്ച ശുഭ്രാംബരമാണ് ഉത്തരീയമായി ദേവി ചുറ്റിയിരിക്കുന്നത്. കൽപ്പവൃക്ഷത്തിൻ്റെ തലപ്പത്ത് വിരിഞ്ഞ പൂങ്കുലകൾ കോർത്തുണ്ടാക്കിയ മാലയും യാതൊരു കുറവുകളുമില്ലാത്ത വിധം കലാപരമായി അലങ്കരിച്ചിട്ടുള്ള ആഭരണാദികളുടെ ഇണക്കവും ഭംഗിയും മറ്റും വർണ്ണിക്കുവാൻ വേണ്ടത്ര ശക്തിയുള്ളവർ ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. സംഹാര താണ്ഡവമാടി വിരാജിച്ച ദേവിയുടെ ഭാവനടനം സൃഷ്ടിന്മുഖതയിലേക്ക് പകർന്നാട്ടം നടത്തുന്നതിൻ്റെ രംഗചിത്രീകരണമാണ് ഈ വരികളിൽ വരഞ്ഞിട്ടിരിക്കുന്നത്. കൊങ്കത്തടങ്ങൾ ആടി ഉലയുമാറുള്ള ഇളകിയാട്ടം നടത്തുന്ന ദേവാംഗനമാരുടെയും തുടി, കിങ്കിണി, വേണു, വീണ തുടങ്ങിയ വാദ്യോപകരണങ്ങളിലൂടെ നൃത്തസംഗീത ധ്വനികളുടെ മായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഗന്ധർവന്മാരുടെയും, അതുപോലെ ആ പശ്ചാത്തലം സർഗാത്മകമായ സർജന പ്രക്രിയയുടെ പശ്ചാത്തലം ഒരുക്കി അതിനെ മാറ്റിയെടുക്കുന്ന മറ്റ് ഉപദേവന്മാരുടെയും എല്ലാം ചേർന്നുള്ള ഒരു ആട്ടമായി അത് മാറുകയാണ്. അതൊക്കെ ശ്രദ്ധാപൂർവം ചെവിക്കൊള്ളുകയും സൃഷ്ടിന്മുഖ നടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ദേവിയുടെ മാറിട വർണ്ണനയും വേഷഭൂഷാദികളുടെ വർണ്ണനയുമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ദേവിയുടെ തങ്കക്കുടം പോലെയുള്ള സ്തനങ്ങൾ സ്തന്യാമൃതം നിറയ്ക്കപ്പെട്ടവയും കുങ്കുമച്ചാറും ചന്ദന തൈലവും പൂശവയുമാണ്. എന്ന് മാത്രമല്ല, പളുങ്കുമുത്തുകൾ പതിച്ച ഉത്തരീയം കൊണ്ട് ദേവി മാറിടം മറച്ചിട്ടുമുണ്ട്. ദേവിയുടെ സ്തന്യാമൃത കുംഭങ്ങൾക്കൊത്ത സ്തനങ്ങളെ പ്രകൃതി ഭദ്രമായി വിധാനം ചെയ്തു വച്ചിരിക്കുന്ന ലോകപോഷണ ഔഷധമായിട്ട് വ്യാഖ്യാനിച്ചറിയേണ്ടതാണ്. കുങ്കുമം ത്യാഗത്തിൻ്റെയും ചന്ദനം ശാന്തിയുടെയും പ്രതീക സൂചകങ്ങളാണ്. ദേവി മാറിലണിഞ്ഞിരിക്കുന്ന പൂമാല കൽപ്പവൃക്ഷത്തല കൊത്തുകൾ കോർത്തുണ്ടാക്കി തയ്യാർ ചെയ്ത മാലയായി ഭാവന ചെയ്തിരിക്കുന്നു. സത്കാമങ്ങളെയെല്ലാം സാധിച്ചു കൊടുക്കുന്ന കൽപ്പവൃക്ഷത്തിലെ തലപ്പൂക്കൾ കോർത്തുണ്ടാക്കിയ മാല ദാനനിറവിൻ്റെ പ്രതീക ബിംബമാണ്. ദേവിയുടെ മാറിടത്തെയും ആ മാറിൽ അലങ്കരിച്ചിരിക്കുന്ന കലാപരമായ ഇണക്കമുള്ള ആടയാഭരണാദികളുടെയും പ്രതീകാർത്ഥങ്ങൾ യഥാതഥം അതിനെ യഥാർത്ഥ ഭാവതലത്തിൽ നിന്നുകൊണ്ട് തന്നെ വർണ്ണിക്കുവാൻ കഴിവുള്ളവരായി ആരും തന്നെ ഇല്ല എന്ന അത്ഭുതം കൂറിക്കൊണ്ടാണ് ഈ പാഠഭാഗം ഉപസംഹരിക്കുന്നത്. ആ ഒരു ഭാവന, ദേവിയുടെ ആ ഒരു നൃത്ത ആ ഭാവത്തിൻ്റെ ആന്തരാർത്ഥം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനൊക്കെ അപ്പുറത്ത് ഗൂഢാർത്ഥ ഗർഭമാകുന്നത് പ്രകൃതിയുടെ നടന പ്രതീകമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിനടി കോമന പൂമണിപ്പട്ടുടുത്ത മുടിച്ചിക്ക് കച്ചപ്പുറം വച്ചിറുക്കി കടിക്കാമ വണ്ടിക്കുടത്തി നിഴിഞ്ഞ തുടക്കാമ്പു തുമ്പിക്കര ശ്രീനമിക്കും. പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റിനടിക്ക്
ഓമനപ്പൂമണിപ്പട്ടുടുത്ത് അമ്മുടിച്ചിക്കു കച്ചപ്പുറം വച്ചിറൂപ്പി കടിക്കാമ വണ്ടിക്കുടത്തി നിഴിഞ്ഞ തുടക്കാമ്പ് തുമ്പിക്കര ശ്രീനമിക്കും. പിടിക്ക് ഉള്ളടക്കി കൊടുക്കും വയറ്റിനടിക്ക്. കൈപ്പിടിക്കുള്ളിലൊതുങ്ങുന്ന കൃശമായ വയറിൻ്റെ അടിഭാഗത്തായി ഓമന പൂമണിപ്പട്ടുടുത്ത്, ഓമനത്വം തുളുമ്പുന്ന പൂമണിപ്പട്ടുടുത്ത് അമ്മുടിച്ചിക്ക് കച്ചപ്പുറം വച്ചിറുക്കി, അതിൻ്റെ ഞൊറിവുകൾക്ക് മുകളിൽ അരപ്പട്ട ബന്ധിച്ചുറപ്പിച്ച് കടിക്കാമ വണ്ടിക്കുടത്തിന്ന് ഇഴിഞ്ഞ കാമരഥ ഉപമമായ അരക്കെട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ശോഭിക്കുന്ന ആ തുടക്കാമ്പ് തുമ്പിക്കര ശ്രീ നമിക്കും. തുമ്പിക്കര ശ്രീ പോലും, അല്ലെ തുമ്പിക്കരത്തിൻ്റെ ഐശ്വര്യത്തെ പോലും നമിക്കുന്നത്ര അടവുള്ളതാണ്. ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന ദേവിയുടെ കൃശമായ വയറിൻ്റെ അടിഭാഗത്തായി അരക്കെട്ടിൽ മനോഹരമായ പൂമണിപ്പട്ടുടുത്തിരിക്കുന്നു. അതിൻ്റെ ഞൊറിവുകൾക്ക് മുകളിലായി അരപ്പട്ട ബന്ധിച്ചിരിക്കുന്നു. കാമരസത്തോട് ഉപമിക്കാവുന്ന ദേവിയുടെ അരക്കെട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന തുടക്കാമ്പ് കണ്ടാൽ തുമ്പിക്കര ശ്രീ പോലും നമിച്ചു പോകും. കാളീനാടകമാടുന്ന ദേവിയുടെ കേശാദിപാദ വർണ്ണനയിൽ മാറിടം വരെയുള്ള വർണ്ണനയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ദേവിയുടെ വയറിൻ്റെയും അരക്കെട്ടിൻ്റെയും തുടകളുടെയും വർണ്ണനകളാണ് നടത്തിയിരിക്കുന്നത്. ദേവിയുടെ വയർ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നത്ര കൃശമാണ്. ഒതുങ്ങി മെല്ലിഞ്ഞ വയർ ത്യാഗപൂർവമുള്ള ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. സർവത്തെയും സൃജിച്ച് ഭരിച്ച് സംഹരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ദേവി സ്വന്തം ശരീരപോഷണത്തിനായി അമിത വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള താത്വിക വിളംബര പ്രതീകം കൂടിയാണ് ദേവിയുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്ന വയർ. അങ്ങനെയുള്ള വയറിൻ്റെ അടിയിൽ പൂമണിപ്പട്ടുടുത്ത് അതിൻ്റെ ഞൊറിവുകൾ കച്ചപ്പുറം കൊണ്ട് അരപ്പട്ട കെട്ടി മുറുക്കിയിരിക്കുന്നു. അങ്ങനെ അലങ്കരിച്ച ദേവിയുടെ അരക്കെട്ടിനെ കാമരഥത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ഉപമ നിഗൂഢാർത്ഥപുഷ്ടമാണ്. കാമരഥം എന്ന പദത്തിനിവിടെ കാമദേവന്റെ രഥം എന്ന അർത്ഥമല്ല സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. രഥം അഥവാ വണ്ടി കാലപ്രയാണ സൂചകമായ കാവ്യബിംബമാണ്. കാളീനാടകം ലോകയാനഗതിയെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. അങ്ങനെയുള്ള നാടകമാടുന്ന ദേവിയുടെ നടനത്തെ സാധ്യമാക്കി തീർക്കുന്ന ദേവീപാദങ്ങളുടെ വർണ്ണനയുടെ സമാരംഭമാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. കേശാദിപാദ വർണ്ണനയുടെ തുടർച്ചയായതുകൊണ്ട് അരക്കെട്ടിൽ നിന്നും തുട, മുട്ട്, കണങ്കാൽ, പാദം എന്നീ ക്രമത്തിലാണ് വർണ്ണന പുരോഗമിക്കുന്നത്. സൃഷ്ടിസ്ഥിതിലയ ധർമ്മ നൈരന്തര്യമായി കാളീനാടകത്തെ ഭാവന ചെയ്യുമ്പോൾ ആ നാടകമാടാനുള്ള കാമനകളുടെയെല്ലാം കേന്ദ്രബിന്ദുവായി നടനമാടുന്ന നടിയുടെ ഭാവം കൊണ്ട് വിരാജിക്കുന്ന ദേവിയുടെ അരക്കെട്ടിനെ ഭാവന ചെയ്യുന്നതിൽ കാവ്യകൽപ്പനയ്ക്ക് ഇടിവ് സംഭവിക്കുന്നില്ല. മനുഷ്യാകാരം കൊണ്ട് നടനമാടുന്ന ദേവിയുടെ ശരീരമധ്യമെന്ന നിലയിൽ കടിപ്രദേശം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ ഭാഗത്തെയാണ് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നത്. പൂമണിപ്പട്ടുടുത്ത് അരപ്പട്ട കെട്ടിയുറപ്പിച്ച നിലയിലുള്ള ദേവിയുടെ അരക്കെട്ടിൽ നിന്ന് താഴേക്കിറങ്ങി വരുന്നത് പോലെ ഉള്ള തുടക്കാമ്പ് പ്രത്യക്ഷത്തിൽ പൂമണിപ്പട്ടുടെ ആടയാൽ ആവരണം ചെയ്യപ്പെട്ട നിലയിലാണ് ഉള്ളത്. അങ്ങനെയുള്ള തുടക്കാമ്പിൻ്റെ സൗന്ദര്യത്തെ തുമ്പിക്കര ശ്രീ നമിച്ചു പോകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുന്നള്ളിപ്പിനായി നെറ്റിപ്പട്ടം കെട്ടി അലങ്കരിച്ചു നിർത്തിയ ആനയുടെ തുമ്പിക്കര ശ്രീ കാവ്യാത്മകമാണ്. അതേ അർത്ഥത്തിലാണ് കാമക്കുടത്തിന്ന് ഇഴിഞ്ഞു വരുന്നത് പോലെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവിയുടെ തുടക്കാമ്പിൻ്റെ സ്ത്രീത്വത്തെ മനസ്സിലാക്കേണ്ടത്. നടി എന്ന നിലയിലുള്ള നാരീ ശരീര വടിവുകളുടെ പ്രത്യക്ഷ വർണ്ണനകളായി ഗുരുവിൻ്റെ ഭാവവർണ്ണനകളെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല എന്ന് സാരം. ആനയുടെ തുമ്പിക്കരം ഓങ്കാരപ്രതീകവും അതേസമയം തന്നെ സർവകർമ്മ സാധകമായ പ്രതീക അവയവവും കൂടിയാണ്. അനങ്കന്റെ തൂണീരമോടേറ്റു തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കുന്ന പൊന്നും കണങ്കാലടി കച്ചപം തോറ്റുതോയെ തപസ്സിനു പോകുന്ന പാദാഗ്രശോഭം.
കമങ്കാലടി താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേന്നുകർന്നാത്തമോദം വിളിക്കുന്ന ദേവാംഗന ഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീചാരു നര്യാണി തന്നിൽ ചമത്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും തഥാവാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വരം സംഭ്രമിച്ചങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവതൃക്കടക്കൻ ചുളിച്ചൊന്നു നോക്കായിക മൂലം കൃപാലു നമസ്തേ നമസ്തേ. അനങ്കന്റെ കാമദേവന്റെ തൂണീരമോടേറ്റ് അവനാഴിയോട് എതിരിട്ട് തമ്മിൽ പിണക്കം തുടങ്ങി, തമ്മിൽ മത്സരം തുടങ്ങിയാൽ ജയിക്കുന്ന പൊന്നിൻ കണങ്കാലടി, അതിൽ ജയിക്കുന്ന ദേവിയുടെ പൊന്നിൻ കണങ്കാലടിയിലുള്ള പാദം കച്ചപം എന്ന് പറഞ്ഞാൽ ആമയാണ്. തോയെ തപസ്സിന് പോകുന്ന പാദാഗ്രശോഭം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഈ പാദങ്ങളുടെ മുകൾ വടിവ്, പുറം വടിവ് കണ്ടാൽ അതിൻ്റെ ഭംഗി കണ്ട് നാണിച്ച് ആമ തോറ്റ് വെള്ളത്തിൽ അടിയിൽ തപസ് ചെയ്യാൻ പോകും എന്നാണ് പറയുന്നത്. അതൊരു കാവ്യ ഉപമയാണ്, ഒരലങ്കാരമാണ്. ഈ ആമയുടെ പുറവടിവിനോട് സാദൃശ്യമുള്ള കണങ്കാൽ അടി, അതതിൻ്റെ പാദ പുറംവടിവ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കണങ്കാലടി താമരപ്പൂവിൽ ഓലം തല്ലുന്ന കണങ്കാലടിയാകുന്ന താമരപ്പൂവിൽ നിന്നും ഊറി ഒഴുകി കൂടി ഓളം വെട്ടുന്ന പൂന്തേൻ നുകർന്ന് പൂന്തേനിൻ്റെ മാധുര്യം ആസ്വദിച്ച് ആത്തമോദം അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തോടുകൂടി വിളങ്ങുന്ന പ്രസന്നരായി തീർന്ന ദേവ നാരികളുടെ ദേവാംഗനാഗാനമേളം, കളം വീണ നാനാവിധം വാദ്യമേളം, വീണ മുതലായ വാദ്യോപകരണങ്ങളിൽ നിന്നുള്ള വാദ്യമേളം കേട്ടും സഖി ചാരു നര്യാണി തന്നിൽ സഖിമാരുടെ ചാരു സംഗീതം ആസ്വദിച്ച് സ്വന്തം നര്യാണിയിൽ നിന്നും ക്ഷണത്കാരപൂരം വഹിച്ചും ക്ഷണത്കാരനാദം പുറപ്പെടുവിച്ചും നടന്നും കൈലാസശൃംഗയെ മുതാലസിച്ചും കൈലാസത്തിൻ്റെ മുടിയിൽ ആനന്ദത്തോടുകൂടി ലസിച്ചും തഥാ അപ്പോൾ ദേവനാരി സമക്ഷം വഹിച്ചും ദേവനാരിമാരോടൊപ്പം നിൽക്കുന്ന സൂരന്മാർ നമിച്ചും ദേവന്മാരാൽ നമിക്കപ്പെട്ടും കടാക്ഷം വഹിച്ചും അവർ ദേവിയുടെ കടാക്ഷം സ്വീകരിച്ചും നിജാനന്ദമോടു ഗമിച്ചും ആനന്ദത്തോടുകൂടി പോകുന്നു. അപ്പോൾ അവിടെ ആശാവധിക്കുള്ള കാമം ലഭിച്ചും അവരെല്ലാം അവരവർക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം സാധിച്ചും പദാന്തേ ഭജിച്ചും പാദത്തിൽ വീണ് ഭജിച്ചും തദ് ആവാസദേശേ വസിച്ചും ആ ദേശത്തു തന്നെ വസിച്ചും അല്ലെ നിലകൊണ്ടും സുഖിച്ചും രമിച്ചും സ്വകാര്യേഷു അലം സംഭ്രമിച്ച് സുഖിച്ചും ആനന്ദിച്ചും സ്വന്തം കാര്യസാധ്യത്തിൽ താല്പര്യം വെച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെല്ലാം അങ്കുരിച്ച അത്തൽ മൂലമാക്കി അതുമൂലമുണ്ടായ ദുഃഖങ്ങളും പേറി ഇവണ്ണം വിളങ്ങുന്നു, ഇപ്രകാരം ശോഭിക്കുന്നു. ഭവതൃക്കടക്കൻ ചുളിച്ചൊന്നു നോക്കായിക മൂലം, അത് കാരണം അവിടുത്തെ തൃക്കടക്കൻ തുറന്ന് അവരെ ഒന്ന് നോക്കാത്തത് മൂലമാണ്. കൃപാലുവായ അല്ലയോ അമ്മേ, നമസ്തേ നമസ്തേ, നിനക്ക് നമസ്കാരം, നിനക്ക് നമസ്കാരം. ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: അനങ്കനോട് പിണങ്ങി എതിരിടാൻ തുടങ്ങിയാൽ വിജയം സുനിശ്ചിതമാക്കുന്ന നടന വൈഭവമുള്ള ദേവിയുടെ കണങ്കാലടികളുടെ, അതായത് പാദങ്ങളുടെ പുറവടിവ് ശോഭ കണ്ടാൽ ആമ നാണിച്ച് ജലത്തിനുള്ളിൽ തപസ്സു ചെയ്യാനായി പോയി ഒളിക്കും. അങ്ങനെയുള്ള ദേവി പദമൂന്നി നിൽക്കുന്ന താമരപ്പൂവിൽ ഊറി നിറഞ്ഞ് ഓളം വെട്ടുന്ന തേനിൻ്റെ മാധുര്യം നുകർന്ന് ആനന്ദനൃത്തമാടുന്ന ദേവാംഗനമാരുടെ ഗാനമേളത്തിനകമ്പടി സേവിക്കുന്ന വീണ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ താളലയത്തിൽ താളത്തിനൊത്ത് ദേവാംഗനകൾ നൃത്തം ചവിട്ടും. അവരോടൊപ്പം കൈലാസ ശൃംഗങ്ങളിലും ദേവലോകങ്ങളിലും ദേവാംഗനകളോടൊത്ത് നടനത്തിലേർപ്പെട്ടിരിക്കുന്ന ദേവിയെ ദേവന്മാർ നമിക്കുന്നു.
ദേവീ കടാക്ഷമേറ്റ് ആ ദേവന്മാർ സർവ്വ സൗഭാഗ്യങ്ങളും തങ്ങൾക്ക് കൈവന്നു ചേരണമെന്ന് മോഹിച്ച് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നു. അങ്ങനെ സ്വാർത്ഥമതികളായി തീർന്നുപോയ ദേവന്മാരെ കടക്കണ്ണു തുറന്നൊന്നും നോക്കുക പോലും ചെയ്യാതെ ദേവി പ്രപഞ്ച നടനം തുടരും. അങ്ങനെയുള്ള ശിവാംബേ നമസ്കാരം, നമസ്കാരം. പ്രപഞ്ച നാടകമാടുന്ന ദേവിയുടെ കണങ്കാലുകളുടെയും പാദങ്ങളുടെയും വർണ്ണനയാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അനങ്കനുമായി ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയെ ഭ്രമിപ്പിക്കാൻ അനങ്കൻ്റെ ആവനാഴിയിലെ പൂവമ്പുകൾക്ക് സാധിക്കുന്നില്ല. ശരീരമില്ലാത്തവനും സ്വാർത്ഥ കാമങ്ങളുടെയെല്ലാം പ്രഭവ സ്വരൂപതയോടുകൂടിയവനുമായിട്ടാണ് ഇവിടെ ഗുരു കാമദേവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൗതിക ശരീരമില്ലാത്ത കാമദേവൻ ജ്ഞാനസ്വരൂപന്മാരായ ദേവന്മാരുടെ പ്രതിനിധികളിൽ ഒരാളാണ്. പ്രപഞ്ചനാടകമാടുന്ന ദേവിക്ക് ദേവപക്ഷവും മനുഷ്യപക്ഷവും അസുരപക്ഷവും ഒന്നുമില്ല. സർവത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവളായ ദേവി ദേവന്മാരോടും ദേവാംഗനമാരോടുമൊപ്പം നടനത്തിൽ പങ്കാളിയാകുന്നുണ്ട് എങ്കിൽ പോലും ദേവപക്ഷം ചേർന്ന് നിൽക്കുന്നവളല്ല. സ്വകാര്യേശ്വരം സംഭ്രമിച്ച് അങ്കുരി ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം എന്ന ഗുരുവിൻ്റെ വർണ്ണനയുടെ പൊരുൾ ഇത്തരത്തിലാണ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ദേവന്മാരും ദേവാംഗനകളും ദേവിയുടെ നടനത്തിന് അകമ്പടി സേവിച്ച് കൂടെ നിൽക്കുമ്പോഴും ദേവി പ്രസാദം അവർക്ക് മാത്രമായി ചൊരിഞ്ഞു കൊടുക്കാത്തതിൽ ദേവാദികൾക്ക് പരിഭവമുണ്ട്. എന്നാൽ ആ പരിഭവം ദേവിയെ സ്വാധീനിക്കുന്നതേയില്ല. സർവമംഗളകാരിയായി സൃഷ്ടിന്മുഖ സംഹാര ധർമ്മനിർവഹണത്തിൽ ശിവമായയോടൊപ്പം ചേർന്ന് വർത്തിക്കുന്ന ശിവാംബയായ ദേവിക്ക് നമസ്കാരവചനം പറഞ്ഞുകൊണ്ട് ഗുരു ഈ പാഠഭാഗം ഉപസംഹരിച്ചിരിക്കുന്നു. നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്കക്കര കയറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശി. നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണനിത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ പദാംഭോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടൊല തേ നമസ്തേ നമസ്തേ നമസ്തേ. പണം പെണ്ണിലും മണ്ണിലും ചെന്നു പുക്കാശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനയക്കൊല്ല നം ദേഹമെന്നോർത്തു സത്വാദിയാം മുക്കുണം കെട്ടുപെട്ടോരു മായാവിലാസം. ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം ക്ഷണം ജ്യോതിരാചന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. നമസ്തേ, നിനക്ക് നമസ്കാരം. മഹാഘോര സംസാര വാരാനിധിക്കക്കര കയറുവാൻ, മഹാഘോരമായ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതെ, അമ്മയുടെ തൃപ്പാദകമലങ്ങളാകുന്ന കപ്പലല്ലാതെ ഒരു ആലംബനം മറ്റെനിക്കില്ല, മറ്റൊരാശ്രയവും എനിക്കില്ല. അമ്പ കാരുണ്യരാശി, കാരുണ്യക്കടലായ അമ്മേ, നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന, ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്നവളായ നിന്റെ തൃക്കൺ അനിത്തേൻ കടാക്ഷം ലഭിപ്പാൻ അണഞ്ഞേൻ. തൃക്കണ്ണുകളിൽ നിന്നുള്ള മധുരാമൃത കടാക്ഷം ലഭിക്കാനായി ഞാൻ വന്നിരിക്കുന്നു. തേ, നിന്റെ പദാംഭോജ വൈമുഖ്യം, പാദകമലത്തോടുള്ള വിമുഖത എന്നിൽ പിണഞ്ഞിടല എൻ്റെ മനസ്സിലുണ്ടാകരുത്. നമസ്തേ നമസ്തേ, നിനക്ക് നമസ്കാരം, നിനക്ക് നമസ്കാരം. പണം പെണ്ണിലും മണ്ണിലും ചെന്നു പൊക്ക്, പൊന്നാശയിലും മണ്ണാശയിലും പൊന്നാശയിലും മനസ്സ് ചെന്നുടക്കി ആശ്വസിച്ച് ആത്മമോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാൻ, അവയിൽ ആമോദം കണ്ടെത്തി ആശ്വസിച്ച് ഗുണം കെട്ട് ജീവിതം ദുഃഖമയമായി തീർന്നു പോകാൻ അയക്കൊല്ല, എന്നെ വിട്ടുകൊടുക്കരുതേ. നം ദേഹമെന്നോർത്ത്, ജ്ഞാനം ആത്മസുഖം ദേഹമാണെന്ന് കരുതി സത്വാദിയാം മുക്കുണം കെട്ട്, സത്വരജസ്തമോ ഗുണങ്ങൾ കൂടിക്കലർന്ന അങ്ങനെ കെട്ടുകെട്ടൊരു മായാവിലാസം, അങ്ങനെയുള്ള ഒരു മായാവിലാസമാണ് അത്. ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം, ക്ഷണികങ്ങളായ താരങ്ങൾ വരെ ഉള്ള സർവ്വതും ക്ഷണപ്രഭാ
ചഞ്ചലങ്ങളാകുന്നു. ശിവാംബ, അല്ലയോ ശിവാംബേ, നമസ്തേ നമസ്തേ. നിനക്ക് നമസ്കാരം നമസ്കാരം. ഈ വരികളുടെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: കാരുണ്യക്കടലായ അമ്മേ, നിനക്ക് നമസ്കാരം. മഹാഘോരമായ ഈ സംസാര സാന്നിധ്യത്തിൻ്റെ മറുകരയെത്തുവാനായി അമ്മയുടെ തൃപ്പാദത്താരിണ കപ്പലല്ലാതെ മറ്റൊരു ആശ്രയവും എനിക്കില്ല. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നവളായ അമ്മേ, അവിടുത്തെ തൃക്കട കണ്ണിൽ നിന്നുമുള്ള കടാക്ഷത്തിനു വേണ്ടി അടിയൻ കാത്തു നിൽക്കുന്നു. അമ്മയുടെ പാദകമലത്തോട് എനിക്കൊരിക്കലും വൈമുഖ്യമുണ്ടാവാതെ അനുഗ്രഹിക്കണമേ. പൊന്നാശയിലും പെണ്ണാശയിലും മണ്ണാശയിലും കുടുങ്ങി ഗുണം കെട്ട് ജീവിതം ദുഃഖപൂർണമായി തീർന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ദേഹോഹബുദ്ധിക്കടിപ്പെട്ടു പോകാതിരിക്കാൻ ലോകപ്രപഞ്ച പ്രവാഹം ക്ഷണപ്രഭാ ചഞ്ചലങ്ങളാകുന്നുവെന്നും ചന്ദ്രൻ മുതലായ നക്ഷത്രങ്ങൾ വരെ വിശ്വസ്തിതങ്ങളായ സർവ്വതും ക്ഷണപ്രഭാ ചഞ്ചലങ്ങളാണെന്നുമുള്ള ബോധം എൻ്റെ ചിത്തിൽ പ്രതിഷ്ഠിതമായി തീരുവാനുള്ള അനുഗ്രഹം നൽകുമാറാകണമേ. അമ്മേ ശിവാംബി, നമസ്തേ നമസ്തേ. നമോ നാദബിന്ദുവാത്മികേ നാശഹീനെ, നമോ നാരദാദിവ്യ പദാരവിന്ദേ, നമോ നാൻമറയ്ക്കും മണിപ്പൂമിളക്കേ, നമോ നാൻമുഖാദി പ്രിയാംബ നമസ്തേ എന്നിങ്ങനെ സമാരംഭിച്ച കാളിനാടകം എന്ന ഈ കൃതി ക്ഷണം ക്ഷീണലോക പ്രപഞ്ചപ്രവാഹം ക്ഷണജ്യോതി രാജേന്ദ്രതാരം നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ എന്ന സ്തുതിയോടുകൂടിയാണ് മഹാഗുരു ഉപസംഹരിച്ചിരിക്കുന്നത്. പ്രാപഞ്ചികമായി ഇവിടെ എന്തെല്ലാമുണ്ടോ അവയെല്ലാം ഭദ്രകാളി ഭാവത്തിൽ പകർന്നാട്ടം നടത്തി ആടുന്ന നാടക രംഗദൃശ്യങ്ങൾ മാത്രമാകുന്നു എന്ന താത്വിക ബോധനമാണ് ഈ കൃതിയിലൂടെ ഗുരു നൽകിയിരിക്കുന്നത്. ഓങ്കാരസ്വരൂപിണിയും പരബ്രഹ്മമൂർത്തിയുമായ ദേവി വിശ്വമംഗളകരനും സൃഷ്ടിന്മുഖ സംഹാര നിർവഹണ മൂർത്തിയുമായ ശിവനുമായി ചേർന്നു നിന്നാണ് നാടകമാടുന്നത്. അങ്ങനെയുള്ള ദേവിയുടെ നടന വൈഭവമാണ് വിശ്വപ്രപഞ്ചമായി പ്രതീതമാകുന്നത്. മഹാഘോരമായി നമുക്ക് അനുഭവപ്പെടുന്ന സംസാര സാഗര വാസ്തവത്തിൽ ദേവി ആടുന്ന നാടകരംഗങ്ങളുടെ ഇടമുറിവില്ലാത്ത പ്രവാഹം മാത്രമാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളാനും ആ സത്യത്തോട് ചേർന്ന് നിന്ന് പ്രപഞ്ചപ്രവാഹ ഗതിക്കൊത്ത് മുന്നേറി വിശ്വവിധാനീയതയുടെ ഭാഗമായി തീരാനുമുള്ള ഏക പോംവഴി ദേവീപാദങ്ങളിൽ അഭയം പ്രാപിക്കുക മാത്രമാണ്. അതിനുള്ള ഭാഗ്യം ലഭിച്ചാൽ ദേവിയുടെ നടനത്തിൽ ഭാഗഭാക്കായി തീരാനും കാളി നാടക രൂപേണ അരങ്ങേറുന്ന വിശ്വപ്രപഞ്ച പ്രവാഹ ലീലയിൽ അഭിനയിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ സംസാര സാഗര തരണം ഒരു കീറാമുക്തിയായി അനുഭവിക്കുകയില്ല. ദേവിയുടെ പാദങ്ങളാകുന്ന കപ്പലിൽ കയറി ജീവിതയാത്ര നടത്തുവാൻ ഭാഗ്യം ലഭിക്കുന്ന പക്ഷം പ്രപഞ്ചപ്രവാഹ ഗതി നോക്കിക്കണ്ട് അതിൻ്റെ ഭാഗമായി തീരാനും വിശ്വപ്രതീതികളായി പ്രഭാസിക്കുന്ന ആചന്ദ്രതാരൻ ജ്യോതിർഗോളങ്ങൾ വരെയുള്ള സർവ്വതിൻ്റെയും ക്ഷണികതയെപ്പറ്റി പരബ്രഹ്മത്തിൻ്റെ നിത്യതയെപ്പറ്റിയും ബോധ്യപ്പെട്ട് ജീവിതം ധന്യമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ്. പൊന്നാശയും പെണ്ണാശയും മണ്ണാശയും ദേഹോഹബുദ്ധിയും പ്രബലപ്പെട്ടുപോയാൽ ജീവിതം ദുഃഖപൂരിതമായി ഭവിക്കും. ആ ദുര്യോഗം തനിക്കുണ്ടാകാതിരിക്കുവാനുള്ള ഭാഗ്യം തന്നനുഗ്രഹിക്കണമേ എന്നും ബ്രഹ്മലീനനായി ഭവിക്കുവാൻ സഹായിക്കുമാറാകണമേ എന്നുമുള്ള പ്രാർത്ഥനയോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ കാളി നാടകം എന്ന ഈ മഹത് കൃതി ഉപസംഹരിച്ചു. സമസ്ത പ്രപഞ്ചം സുയിച്ചും ഭരിച്ചും മുദാസം ധരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും മറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലെല്ലോളമുള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം ചൊരിഞ്ഞും പദാംഭോജ ഭക്തർക്കു നിത്യം വരുന്നൊരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാവിരാതങ്ക ബീജം കുറഞ്ഞൊരു നേരം നനയ്ക്കുന്ന ഭക്തർക്കറിഞ്ഞില്ല മറ്റുള്ള കൈവല്യരൂപം.
ഈ വരികളുടെ അർത്ഥം ഇനി നമുക്ക് പരിശോധിക്കാം. സമസ്ത പ്രപഞ്ചം മുഴുവനും സൃജിച്ചും ഭരിച്ചും മുതാ സംഹരിച്ചും തന്നിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തിയും വേണ്ട പ്രകാരം നിലനിർത്തിയും തന്നിലേക്ക് തന്നെ പിൻവലിച്ച് ആനന്ദിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും അതിൽ രസം കണ്ടെത്തി സുഖിച്ചും കളിച്ച് ഉല്ലസിച്ചും മഹാഘോരഘോരം വിളിച്ചും മഹാഭയം ജനിപ്പിക്കുന്ന ഘോരനാദങ്ങൾ പുറപ്പെടുവിച്ചും മമ ആനന്ദദേശേ വസിച്ചും എൻ്റെ ഹൃദയാകാശത്തിൽ കുടികൊണ്ടും തെളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞു പ്രകാശിച്ചും ഇടയ്ക്കിടെ മങ്ങിയും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞ് നിറവിനതിരുകളില്ലാത്ത പ്രപഞ്ചത്തിൽ തുളഞ്ഞു കയറി എല്ലോളമുള്ളായിരുന്നു സൂക്ഷ്മരൂപം പൂണ്ടും തിരിഞ്ഞും മറിഞ്ഞും മഹാനന്ദധാരാം ചൊരിഞ്ഞും മഹാനന്ദധാരാപ്രവാഹം നടത്തിയും പദാംഭോജ ഭക്തർക്ക് നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞ് പാദകമല ഭജനം നടത്തുന്നവർക്ക് ഭക്തന്മാർക്ക് നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം അറിഞ്ഞും ആതങ്കബീജം ഉണ്ടായി വരുന്ന ആ ദുഃഖബീജങ്ങളെ ചുട്ടരിച്ചും വിലാസം ചെയ്യുന്ന നിന്നെ കുറഞ്ഞൊരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക്, അല്പനേരമെങ്കിലും വിചാരം ചെയ്ത് ഭജിക്കുന്ന ഭക്തന്മാർക്ക് അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യരൂപം. കണ്ടറിയാനുള്ള കൈവല്യരൂപമായി മറ്റൊന്നും തന്നെ ഇല്ല. ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: ദേവി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃജിച്ചു ഭരിച്ച് സംഹരിച്ച് രസിക്കും. കളിച്ചും പുളച്ചും ഇടയ്ക്കിടെ ഭീതി ജനിപ്പിക്കുമാറുള്ള ഘോരനാദങ്ങൾ മുഴക്കിയും ആർത്തട്ടഹസിച്ചും കാളി ഹൃദയാകാശസ്ഥിതയായി വാണരുളു. വിജ്ഞാനികളുടെ ബുദ്ധിമണ്ഡലത്തിൽ തെളിഞ്ഞു പ്രകാശിച്ച് അജ്ഞാനികളിൽ നിന്ന് മറഞ്ഞും കുടികൊള്ളുന്ന ദേവി നിറവിന് അതിരുകളില്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ തുറഞ്ഞു കയറി അതിസൂക്ഷ്മരൂപം പൂണ്ട് എള്ളിൽ എണ്ണ എന്ന പോലെ സർവാന്തര്യാമിയായി വിരാജിക്കും. തിരിഞ്ഞും മറിഞ്ഞും മഹാനന്ദ ധാരാപ്രവാഹം നടത്തിക്കൊണ്ട് ഇപ്രകാരമെല്ലാം വിരാജിക്കുന്ന ദേവിയെ കേവലമൂർത്തിയായ പരബ്രഹ്മസ്വരൂപിണിയായി അറിഞ്ഞു ഭജിക്കുന്ന ഭക്തന്മാർക്ക് നിത്യേന ഉണ്ടായിവരുന്ന സർവ്വ ദുഃഖങ്ങളെയും മുൻകൂട്ടി അറിഞ്ഞ് അവയെല്ലാം മുളയിലേ തന്നെ നുള്ളിയെടുത്ത് കരിച്ചുകളഞ്ഞ് സർവ്വതിലും അതിസൂക്ഷ്മരൂപിണിയായി നിലകൊള്ളുന്ന ദേവിയെ സാക്ഷാത്കരിച്ചെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ജ്ഞാനോപാസകന്മാർക്ക് കൈവല്യരൂപം തേടി മറ്റെങ്ങും അലയേണ്ടി വരുന്നില്ല. ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിൽ ഏകവും അഖണ്ഡവുമായ പരബ്രഹ്മമൂർത്തിയെ അദൃശ്യയായി മറഞ്ഞു നിന്നുകൊണ്ട് ലോകത്തിന് ഭദ്രമായവ മാത്രം പ്രദാനം ചെയ്യുന്ന ഭദ്രകാളി ഭാവം നൽകി ഗുരുദേവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാളീനാടകമെന്ന ഈ കൃതിയിൽ അതേ ദേവിയെ തന്നെ പ്രപഞ്ച നാടകമാടുന്ന മഹാനർത്തകിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ദർശനമാലയിലും ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ആത്മോപദേശ ശതകത്തിലും അദ്വൈത ദീപികയിലും സ്വാനുഭവ ഗീതിയിലുമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള അദ്വൈത രഹസ്യം തന്നെയാണ് മറ്റൊരു തരത്തിൽ കാളീനാടകത്തിലും ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുതാ സംഹരിച്ചും രസിച്ചും രമിച്ചും തെളിഞ്ഞും മറഞ്ഞും തുടർന്നും പ്രപഞ്ചം തുളഞ്ഞുള്ളിലുള്ളോളമുള്ളായിരുന്നും എന്ന ഭാഗത്തിൻ്റെ അർത്ഥം ഇനി നോക്കാം. പരബ്രഹ്മസ്വരൂപിണിയായ കാളി ആടുന്ന നാടകമായി വിശ്വപ്രപഞ്ചത്തെ അനുഭവിച്ചറിഞ്ഞ ഗുരുദേവൻ നിറവിന് അതിരുകളില്ലാതെ വിരാജിക്കുന്ന കാളി പ്രഭാവത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് പാടുന്ന വരികളാണ്. മഹത്തിനേക്കാൾ മഹത്തും അണുവിനേക്കാൾ അണുവുമായി ഉപനിഷത്ത് ഋഷിമാർ ദർശിച്ച പരബ്രഹ്മത്തെ തന്നെയാണ് കാളിയായി ഗുരു ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ദേവിയുടെ വ്യതിരിക്തമായ ഭാവസ്വരൂപം നിർണയിക്കാൻ ആരാലും സാധ്യമല്ല. ഇക്കാര്യമാണ് കുറഞ്ഞൊരു നേരം നനയ്ക്കുന്ന ഭക്തർക്ക് അറിഞ്ഞില്ല മറ്റുള്ള കൈവല്യരൂപം എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഒന്നായ മാമതി എന്നാണ് ജനനി നവരത്നമഞ്ജരിയിൽ ഗുരു ദേവിയെ വിശേഷിപ്പിച്ചത്. കൈവല്യരൂപം എന്ന വിശേഷണത്തിൻ്റെ വാഗർത്ഥവും മറ്റൊന്നല്ല. കാളിയിൽ ഏകവും അഖണ്ഡവുമായ പരമ്പൊരുളിനെ ദർശിക്കുന്ന പ്രായോഗിക അദ്വൈത ചിന്താ പദ്ധതിയാണ് കാളി നാടകത്തിൽ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. കീർത്തന സ്വഭാവത്തോടു കൂടിയ സ്തോത്രകൃതി എന്ന പദവിയല്ല
മറിച്ച് കാളി ഉപനിഷത്ത് എന്ന പദവിയോടുകൂടിയ ഉത്കൃഷ്ടമായൊരു കൃതിയാണ് ഇതെന്ന് സാരം. പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി, തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറി, തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാനരക്കന്വഹം ചാർത്തു മുർവി മണ്ണാളൻ. മഹാദേവനും ബ്രഹ്മനും മുമ്പരായൊരഹോ, മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ, മഹാമായ നിൻ വൈഭവം കിന്ദരണ്യം. പരം പഞ്ചമിചന്ദ്രനും തോറ്റുപോയി, തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറി, തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാനരക്കന്വഹം ചാർത്തു മുർവി മണ്ണാളൻ. മഹാദേവനും ബ്രഹ്മനും മുമ്പരായൊരഹോ, മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ, മഹാമായ നിൻ വൈഭവം കിന്ദരണ്യം. പരം പഞ്ചമിചന്ദ്രനും മനോഹര കാഴ്ചകളിൽ പരമപദവിയിലുള്ള പഞ്ചമിചന്ദ്രൻ പോലും തോറ്റുപോയി, തോറ്റു പിന്മാറി, തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്ന് തേറി. തിര ഇവിടെ തിരശ്ശീലയാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ മറയുന്നതിൽ കുറ്റമില്ല, അതാണ് നല്ലത് എന്ന് ചിന്തിച്ചറിഞ്ഞ് തിറം വിട്ട് തൻ്റെ സാമർഥ്യം വെടിഞ്ഞ് കപ്പം കൊടുക്കുന്ന, പരാജയം സമ്മതിച്ച് കപ്പം കൊടുക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് നിന്റെ നെറ്റിക്കുറിയുടെ മനോഹാരിതയും മോഹിച്ച് ആഴിയേഴാമരഞ്ഞാൻ, ഏഴാഴികളെ അരഞ്ഞാണമാക്കി അരയ്ക്കന്നൊക്കം ചാർത്തും അരയിൽ ചാർത്തി വിരാജിക്കുന്ന ഉർവി മണ്ണാളൻ ഭൂമിദേവിയുടെ ഭർത്താവായ വിഷ്ണുവും മഹാദേവനും ബ്രഹ്മനും ശിവനും ബ്രഹ്മാവും മുമ്പരായോർ മറ്റ് ശ്രേഷ്ഠന്മാരും. അഹോ, ആശ്ചര്യം തന്നെ! മായയിൽപ്പെട്ടിരിക്കുന്നു, നിന്റെ മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം. അദ്ഭുതം തന്നെ! മഹാമായ, മായാസ്വരൂപിണിയായ അമ്മേ, മഹാത്മാക്കളായുള്ളവർക്ക് പോലും നിനച്ചാൽ, ആലോചിച്ചു നോക്കിയാൽ, നിൻ വൈഭവം കിന്തരണ്യം, നിന്റെ വൈഭവം തരണം ചെയ്യത്തക്കതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: അമ്മേ ദേവി, നിന്റെ നെറ്റിക്കുറിയുടെ സൗന്ദര്യം കണ്ട് പഞ്ചമിചന്ദ്രൻ പോലും തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയൊളിച്ച് തോൽവി സമ്മതിച്ച് കപ്പം കൊടുക്കാൻ തയ്യാറായി നിന്നു പോകുന്നു. അങ്ങനെയുള്ള നിന്റെ നെറ്റിത്തടത്തിൽ പ്രകടമാകുന്ന ആംഗ്യവിക്ഷേപങ്ങൾ കണ്ട് സ്ഥിതിപാലകനായ വിഷ്ണുവും സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സംഹാരമൂർത്തിയായ ശിവനും അത്ഭുത പരതന്ത്രരായി നിന്റെ അനുജ്ഞ നിറവേറ്റിക്കൊണ്ടിരിക്കും. ആശ്ചര്യം തന്നെ! അമ്മേ മഹാമായി, ഓർത്തു നോക്കിയാൽ നിന്റെ മഹാവൈഭവം തരണം ചെയ്ത് മുന്നേറാൻ മഹാത്മാക്കളായുള്ളവർക്ക് പോലും സാധ്യമല്ല. മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? കാളിയുടെ നെറ്റിക്കുറി വർണ്ണനയാണ് ഈ ഭാഗത്ത് നിർവഹിച്ചിരിക്കുന്നത്. ശിവന്റെ തിരുനെറ്റിയിൽ പ്രശോഭിക്കുന്ന ജ്ഞാനനേത്രമാണ് ദേവിയുടെ തിരുനെറ്റിയിലെ കുറിയായി ഭാവന ചെയ്തിരിക്കുന്നത്. ആ കുറിയുടെ സൗന്ദര്യം അനുപമേയമാണ്. പ്രാപഞ്ചീയ ദൃശ്യങ്ങളിൽ അതിമനോഹരമായ പഞ്ചമിചന്ദ്രൻ്റെ ദൃശ്യശോഭയെപ്പോലും തോൽപ്പിച്ചു കളയുന്ന ദൃശ്യശോഭയാണ് കാളിയുടെ തിരുനെറ്റിക്കുള്ളതെന്ന് ഗുരു അത്ഭുതം കൂറും. പഞ്ചമിചന്ദ്രൻ വാവ് കഴിഞ്ഞ് 5-ാം പക്കം ദൃശ്യമാകുന്ന ചന്ദ്രബിംബമാണ്. പൗർണമിചന്ദ്രൻ്റെ വടിവും പൊലിമയും പഞ്ചമിചന്ദ്രനില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇവിടെ പഞ്ചമിചന്ദ്രനെ പഞ്ചമി നാളിൽ കാണപ്പെടുന്ന ചന്ദ്രൻ എന്ന അർത്ഥത്തിലല്ല ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. പഞ്ചമി എന്ന പദത്തെ പഞ്ച അമി എന്നിങ്ങനെ ഇടപിരിക്കുമ്പോൾ പഞ്ചത്തിൽ ചേർന്നിരിക്കുന്നവൾ എന്നർത്ഥമാണ് സിദ്ധിക്കുന്നത്. പഞ്ചം 5ൻ്റെ കൂട്ടം അഥവാ പഞ്ചാത്മകം. അമി ചേർന്നിരിക്കുന്നവൾ, അമഞ്ഞിരിക്കുക എന്നാണ് പറയാൻ. പഞ്ചഭൂതാത്മകമായ ചന്ദ്രബിംബത്തിൽ ജ്യോതിസായി ചേർന്നിരിക്കുന്ന പ്രകൃതി തത്വം എന്നാണ് പഞ്ചമി ചന്ദ്രിക എന്ന പദത്തിൻ്റെ സൂക്ഷ്മാർത്ഥം. ചന്ദ്രബിംബം സ്വന്തമായി ഉണ്മയില്ലാത്ത പ്രതീത വസ്തുവാണ്. സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രഗ്രഹത്തിൻ്റെ
ഉപരിമണ്ഡലത്തിൽ പതിക്കുന്ന സൗരാഗ്നി പ്രഭാവമാണ് ചന്ദ്രബിംബമായി നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. അതുപോലെ കാളിയുടെ നെറ്റിക്കുറിയെ സൃഷ്ടിന്മുഖ സംഹാരധർമ്മപ്പൊരുളായ ശൈവതത്വ പെരുമയോട് ചേർന്ന് വർത്തിക്കുന്ന പ്രകൃതി തത്വമായി, ആ പ്രകൃതി തത്വത്തിൻ്റെ പ്രതീകമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം എന്ന ആഹ്വാനവും ഇവിടെ ഗുരു നൽകിയിരിക്കും. ശിവാംബയായി ഭാവം പകർന്നാടുന്ന കാളിയെ ജ്ഞാനസ്വരൂപതയോടുകൂടി നോക്കിക്കാണാനുള്ള കാവ്യബിംബമായി കാളിയുടെ നെറ്റിക്കുറിയെ പ്രതീകവൽക്കരിച്ചിരിക്കുന്നു എന്ന ബോധനമാണ് ഗുരു ഇവിടെ നൽകിയിരിക്കുന്നത്. ആദിപരാശക്തിയായ ദേവി കാളീഭാവം പൂണ്ട് പ്രപഞ്ച സർജന നാടകം ആടാൻ തുടങ്ങുമ്പോൾ സൃഷ്ടീശ്വര ഭാവത്തിലും സ്ഥിതിപാലന ഭാവത്തിലും സംഹാരഭാവത്തിലും മൂന്നായി പിരിഞ്ഞു നിന്നുകൊണ്ട് കൂരകശക്തികളായി വർത്തിക്കുന്ന ഏകമായ പരമ്പൊരുളായി സൃഷ്ടിന്മുഖ സംഹാര തത്വത്തെ ഭാവന ചെയ്തിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശിവാംബയോട് സദാ ചേർന്ന് വർത്തിക്കുന്ന പരമശിവൻ തന്നെയാണ് കാളീഭാവം പകർന്നാടുന്നത്. സർവം ശിവമയമെന്ന താത്വിക പൊരുളായി കാളിയുടെ നെറ്റിക്കുറിയെ വ്യാഖ്യാനിക്കറിയണം എന്ന് സാരം. സപ്തസാഗരങ്ങളെ അരഞ്ഞാണാക്കി വിരാജിക്കുന്ന ഭൂമിദേവിയുടെ ഭർത്താവായി വിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏഴാഴി ചൂഴുന്ന 7 വൻകരകൾ മാത്രമല്ല ഭൂമിയെന്നും സമുദ്രത്തിനടിയിലേക്കും അന്തരീക്ഷത്തിലേക്കും വ്യാപിച്ച് നിലകൊള്ളുന്ന ഭൗമസ്വത്വമാണ് ഭൂമിക്കുള്ളതെന്നും കൂടി ഇവിടെ ദ്യോതിപ്പിച്ചിരിക്കുന്നു. ത്രിമൂർത്തികളിൽ വിഷ്ണുവിൻ്റെ ധർമ്മം സ്ഥിതിപാലനമാണ്. ഭൂവാഴ്വിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നാം വിശ്വസ്ഥിതികളെപ്പറ്റി ഭാവന ചെയ്തറിയുന്നത്. വൈഷ്ണവ തത്വമാണ് അതിനുള്ള പ്രേരക ശക്തിയായി വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സത്യദർശികളായ ഋഷീശ്വരന്മാർ ഭൂമിയെ ദേവിയായും വിഷ്ണുവിനെ ഭൂമി മണാളനായും ഭാവന ചെയ്തത്. മഹാത്മാക്കളായുള്ളവർക്കു പോലും നനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ പാഠഭാഗം ഉപസംഹരിച്ചിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടിയും സ്ഥിതിപാലനവും സംഹാരവൃത്തിയുമായി അനുഭവപ്പെടുന്ന പ്രാപഞ്ചിക വിസ്മയങ്ങൾ എല്ലാം കാളീനാടകമെന്ന് പറഞ്ഞ് അത്ഭുതം കൂറാനല്ലാതെ മറ്റ് യാതൊരു പ്രകാരത്തിലും അതിനെ വിശദീകരിച്ചു തരാൻ മഹാത്മാക്കളായുള്ളവർക്ക് പോലും സാധ്യമല്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. അടിക്കുള്ളു തോണ്ടിപ്പറി ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിഞ്ഞടക്കം കൊടുപ്പാൻ ഇടം വെട്ടിരിക്കും ജടക്കമ്പിളിത്തെല്ലുമെല്ലും വിലോലച്ചലത്വംഗമന്ദാരമാണിക്യമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം. അടിക്കുള്ളു തോണ്ടിപ്പറി ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിഞ്ഞടക്കം കൊടുപ്പാൻ ഇടം വെട്ടിരിക്കും ജടക്കമ്പിളിത്തെല്ലുമെല്ലും വിലോലച്ചലത്വംഗമന്ദാരമാണിക്യമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചുത്തരംഗീകൃതം പൊൻകിരീടം. അടിക്ക് ഉള്ളു തോണ്ടിപ്പറിച്ച്, അടിയിൽ കാഴ്ന്നിറങ്ങി ഉള്ളു തോണ്ടിപ്പറിച്ചെടുത്ത് അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന ആകാശം വരെയുള്ള സർവ്വതിനെയും നടുക്കുന്ന തരത്തിൽ മന്ദാകിനിക്ക് ഇഞ്ഞടക്കം കൊടുക്കാൻ, മന്ദാകിനി സ്വർഗഗംഗയാണ്, സ്വർഗഗംഗയെ ഇവിടെ അടക്കി നിർത്തുവാൻ ഇടം വെട്ടിരിക്കും ജടയ്ക്ക്, ഇടമായി ഭവിച്ചിരിക്കുന്ന തിരുജടയിൽ അമ്പിളിത്തെല്ലും എല്ലും ചന്ദ്രക്കലയും അസ്ഥി വിലോല ഛലഭംഗ മന്ദാര രത്നം പതിച്ചുജ്വലിച്ച് ഉത്തരംഗീകൃതം പൊൻകിരീടം. നിറം വിലോലമായതും ഇളകിയാടുന്നതുമായ മന്ദാരപ്പൂവും മാണിക്യവും ഒന്നായി ചേർന്ന് ശോഭിക്കുന്ന മാലയും അതിൻ്റെ മൂല്യത്തെ രത്നം പതിച്ചു തിളങ്ങുന്ന തരത്തിൽ അലങ്കരിച്ച് മുകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നതായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ പൊൻകിരീടവും ചൂടി ദേവി ശോഭിക്കുന്നു. കൃതിയിലെ ഈ ഭാഗം മുതൽ ദേവിയുടെ കേശാദിപാലം വന്ന് ആരംഭിക്കുകയാണ്. പൊൻകിരീടം മുതലാണ് ഇതൊരു കേശാദിപാലം, കേശം മുതൽ പാലം വരെ, മുടി മുതൽ അടി വരെയുള്ള ഒരു ആരോഹണക്രമത്തിലുള്ള വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വീഴുന്നിടം അടിത്തട്ട് വരെ കുഴിച്ച് തോണ്ടിപ്പറിച്ച്
അമ്പരാന്തം വരെയും നടുക്കമുണ്ടാക്കുന്ന ഘോര ശബ്ദത്തോടുകൂടി നിലംപതിക്കുന്ന ആകാശഗംഗയെ സ്വന്തം ജലയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തി വിരാജിക്കുന്ന ദേവി അതേ ജടയും ചന്ദ്രക്കലയും കപാലമാലയും, കപാലം എന്ന് പറയാൻ തലയോട്ടിയാണ്, മന്ദാര മാണിക്യമാലയും അണിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ച പൊൻകിരീടവും ധരിച്ചുകൊണ്ടാണ് ദേവി നടനത്തിനായി ഒരുമ്പെട്ട് നിൽക്കുന്നത്. ഇതൊരു വലിയ കാവ്യ ഭാവസങ്കല്പമാണ് ഇവിടെ കൽപ്പന ചെയ്തിരിക്കുന്നത്. ശിവാംബികയായി പ്രപഞ്ചനാടകമാടുന്ന ദേവിയുടെ കേശാദിപാദ വർണ്ണനയുടെ സമാരംഭമാണ് ഈ വരികളിൽ വരഞ്ഞിട്ടിരിക്കുന്നത്. ശിവശിരസിൻ്റെ അലങ്കാരമായ ഗംഗ, ചന്ദ്രകല, കപാലമാല എന്നിവ കൂടാതെ മന്ദാര മാണിക്യമാലയും അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച കിരീടവും ചൂടിയാടുന്ന ശിവാംബികയുടെ ഭാവചിത്രമാണ് ഗുരു ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നത്. അടിക്കുള്ളുതോണ്ടിപ്പറിച്ച് അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്ക് ഇഞ്ഞ് അടക്കം കൊടുപ്പാനിടംപെട്ടിരിക്കും ജഡ എന്നാണ് കാളിയുടെ തിരുമുടിക്കെട്ടിനെ ഗുരു വർണ്ണിച്ചിരിക്കുന്നത്. പുരാണപ്രസിദ്ധമായ ഭഗീരഥ പ്രയത്നത്തെ അനുസ്മരിപ്പിക്കുന്നത്, മൂല്യനവീകരണത്തിലൂടെ പുരാണകഥയ്ക്ക് പുതിയ മാനം ചമയ്ക്കുന്നതുമാണ് ഗുരുവിൻ്റെ ഈ പ്രയോഗം. ഗുരുവിനാൽ പരാമർശിക്കപ്പെട്ട പുരാണകഥ മനസ്സിലാക്കിയതിനു ശേഷം മനനം ചെയ്താലേ ഗുരു നടത്തിയിട്ടുള്ള മൂല്യനവീകരണം എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ കഥ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. പുരാണപ്രസിദ്ധനായ സഗരൻ എന്ന ചക്രവർത്തി ഒരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. സഗരപുത്രന്മാർ യാഗാശ്വത്തെ അനുഗമിച്ചു. അശ്വം സമുദ്രതീരത്തെത്തിയപ്പോൾ അത് അപ്രത്യക്ഷമായി. സഗരപുത്രന്മാരായ ആകാശത്തെ നാനാദിക്കുകളിലും തിരഞ്ഞെങ്കിലും അവർക്കതിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അവർ ഭൂമി കുഴിച്ച് പാതാളത്തിലെത്തിച്ചു. അവിടെ ധ്യാനനിരതനായ കപില മഹർഷിയെയും പാർശ്വഭാഗത്തായി ബന്ധിക്കപ്പെട്ട നിലയിൽ യാഗാശ്വത്തെയും അവർ കണ്ടു. സഗരന്റെ അശ്വമേധം മുടക്കാനായി ഇന്ദ്രൻ കാണിച്ച സൂത്രപ്പണിയായിരുന്നു അത്. സത്യം മനസ്സിലാക്കാതെ സഗരപുത്രന്മാർ കപിലനെ അശ്വമോഷ്ടാവായി തെറ്റിദ്ധരിച്ച് ആക്രമിക്കാനൊരുങ്ങി. മഹർഷിയുടെ നേത്രാഗ്നിയിൽ അവർ ദഹിച്ച് ചാമ്പലായി. ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും പുത്രന്മാർ തിരിച്ചെത്താത്തതിൽ ദുഃഖിതനായി സഗരൻ പൗത്രനായ അംശുമാനെ അടുത്ത് വിളിച്ച് പിതാവിനെയും പിതൃ സഹോദരന്മാരെയും അന്വേഷിച്ച് കണ്ടെത്താൻ നിർദ്ദേശം നൽകി. അതനുസരിച്ച് അംശുമാൻ നാനാദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം പാതാളത്തിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കപില മഹർഷിയെ ചെന്ന് കണ്ടു. അവർ കപിലനെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തി. കപിലൻ യാഗാശ്വത്തെ അംശുമാന് നൽകുകയും അവൻ്റെ പുത്രൻ സ്വംഗഗംഗയെ ഭൂമിയിൽ വീഴ്ത്തി സകലപുത്രന്മാർക്ക് ഉദകക്രിയ നടത്തി അവരുടെ ആത്മാക്കളെ പാപവിമുക്തരാക്കി തീർക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അംശുമാനിൽ നിന്ന് ദിലീപനും ദിലീപനിൽ നിന്ന് ഭഗീരഥനും ജനിച്ചു. ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ പ്രീതിപ്പെടുത്തി. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന തന്നെ താങ്ങാൻ ശിവനല്ലാതെ മറ്റാർക്കും ശക്തിയില്ലെന്നും അതുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം വാങ്ങാനും ഗംഗാദേവി ഭഗീരഥനെ ഉപദേശിച്ചു. ഭഗീരഥൻ തപസ് ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചു. ഭൂമിയിലേക്ക് പതിക്കുന്ന ഗംഗയെ താൻ തൻ്റെ ജടയിൽ തങ്ങിക്കൊള്ളാം എന്ന് ശിവൻ ഭഗീരഥന് ഉറപ്പു നൽകി. സ്വർഗഗംഗ ശിവശിരസിലേക്ക് ശക്തിയായി പതിച്ചു. ശിവൻ ആ പ്രവാഹത്തെ സ്വന്തം ജടയിൽ താങ്ങി നിർത്തുകയും ചെറുപ്രവാഹമായി ബിന്ദുസരസിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തു. ബിന്ദുസരസിലെത്തിയ ഗംഗ ഹ്ലാദിനി, പാവിനി, നളിനി എന്നീ 3 കൈവഴികളായി കിഴക്കോട്ടും സുചക്ഷുസ്, സീത, സിന്ധു എന്നീ 3 കൈവഴികളായി പടിഞ്ഞാറോട്ട് ഒഴുകി. 7ാമത്തെ കൈവഴി ഭഗീരഥനെ പിന്തുടർന്നു. ആ കൈവഴി ജാൻഹു മഹർഷിയുടെ ആശ്രമദേശത്ത് തളം കെട്ടി കിടക്കുകയും മഹർഷിയുടെ ആശ്രമം മുക്കിക്കളയുകയും ചെയ്തു. കുപിതനായ മഹർഷി ഗംഗയെ കുടിച്ചു വറ്റിച്ചു. ഭഗീരഥൻ ജാനു മഹർഷിയെ സ്തുതിച്ച് പ്രസാദിപ്പിക്കുകയും തൻ്റെ ദൗത്യവിജയത്തിനായി അനുഗ്രഹം നൽകി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. മഹർഷി ഗംഗയെ ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിട്ടു. അന്നു മുതൽ ഗംഗയ്ക്ക് ജാഹ്നവി, അതായത് ജന്നു മഹർഷിയുടെ പുത്രി എന്ന പേര് കൂടി സിദ്ധിച്ചു. അവിടെ നിന്നും ഭഗീരഥനെ അനുഗമിച്ച ഗംഗ പാതാളത്തിലെത്തുകയും സകരപുത്രന്മാരുടെ ചിതാഭസ്മത്തെ പുണ്യജലത്താൽ നനയ്ക്കുകയും
വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥ ഗുരുവിടെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും പുരാണ കഥയോട് ചേർന്ന് നിന്നുള്ള തത്വപ്രബോധനമല്ല നടത്തിയിട്ടുള്ളത്. ഭൗമിക പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും ഉൽപ്പത്തിക്ക് ആധാരമായ ജലത്തെയാണ് സ്വർഗഗംഗയായി ഗുരു ഭാവന ചെയ്തിരിക്കുന്നത്. ശിവാംബയുടെ ജടയിലെ അലങ്കാരങ്ങളിലൊന്നായ ചന്ദ്രകല വൃദ്ധിക്ഷയസൂചകമായ പ്രതീക കാവ്യബിംബമാണ്. കപാലമാല സൃഷ്ടിന്മുഖ സംഹാരധർമ്മത്തിൽ അന്തർധാരയായി വർത്തിക്കുന്ന മംഗളാത്മകതയുടെ പ്രതീക സൂചകമാണ്. ശിവാംബയായി ഭാവം പകർന്നാടുന്ന കാളിയുടെ ജഡാഭാരത്തെ അലങ്കരിക്കുന്ന മന്ദാര മാണിക്യമാലയും അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച പൊൻകിരീടവും ലോക കല്യാണ സൂചകങ്ങളായ പ്രതീക ബിംബങ്ങളാണ്.